Good morning students. Welcome to a Dream Classroom. നമ്മൾ ഇന്ന് സോഷ്യോളജി ഓഫ് ഇന്ത്യ സെക്കൻഡിലെ ബ്ലോക്ക് 1-ലെ യൂണിറ്റ് 5 ആണ് ഡിസ്കഷൻ നടത്താൻ പോകുന്നത്. യൂണിറ്റ് 5 കോൺസ്റ്റിറ്റ്യൂഷണൽ ഫൗണ്ടേഷൻ, അതായത് ഭരണഘടനാ നിർമ്മാണം. കോൺസ്റ്റിറ്റ്യൂഷണൽ ഫൗണ്ടേഷൻ എന്ന ചാപ്റ്ററാണ് നമ്മൾ ഡിസ്കഷൻ നടത്താൻ പോകുന്നത്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കായ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, ഇന്ത്യൻ ഭരണഘടനയെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. നമുക്കറിയാം, നമ്മുടെ രാജ്യത്തിന് വളരെയധികം എഴുതപ്പെട്ട ഒരു ഭരണഘടനയുണ്ട്. ആ ഭരണഘടനാ പ്രകാരമാണ് നമ്മൾ ഓരോ കാര്യങ്ങളും ആ ഭരണഘടനയിൽ അനുശാസിക്കുന്ന രീതിയിലുള്ള എഴുതപ്പെട്ട ആ written ആയിട്ടുള്ള ആ ഭരണഘടനയെ അനുസരിച്ചാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ഭരണഘടനയുടെ പ്രത്യേകതകളെക്കുറിച്ചും ആ ഭരണഘടനാ പ്രകാരം നെഹ്റു റിപ്പോർട്ട്, അതേപോലെ തന്നെ കറാച്ചി റിപ്പോർട്ട്, സുപ്രൂ റിപ്പോർട്ട്, ഇത്രയും റിപ്പോർട്ടുകൾ ആ ഒരു ഭരണഘടനയ്ക്ക് വേണ്ടി തയ്യാറാക്കിയതായിരുന്നു. അപ്പോൾ ഈ ഭരണഘടനയുമായി റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കഷൻ നടത്തുന്നത്. നോക്കൂ, ശ്രദ്ധിക്കുക. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ കം ഇൻ ടു ഫോഴ്സ് ഓൺ 26th January 1915. ഇറ്റ് ഈസ് ദ ലോങ്സ്റ്റ് written constitution in the world. ഇന്ത്യൻ ഭരണഘടന 1950 ജനുവരി 26 പ്രാബല്യത്തിൽ വരികയും അത് ലോകത്തിലെ തന്നെ ഏറ്റവും ദൈർഘ്യമേറിയതും എഴുത്തു പ്രമാണമായ ഒരു ഭരണഘടനയാണ്. ലോങ്ങസ്റ്റ് written എന്നാ പറയുന്നത്. വളരെയധികം ദീർഘമുള്ളതും അതേപോലെ എഴുതപ്പെട്ടതുമായിട്ടുള്ള ഒരു ഭരണഘടനയാണ് 1950 ജനുവരി 26 നമ്മുടെ ഭരണഘടന നിലവിൽ വന്നപ്പോൾ. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ കം ഇൻ ടു ഫോഴ്സ് ഓൺ 26th January 1915. ഇറ്റ് ഈസ് ദ ലോങ്ങസ്റ്റ് written constitution in the world. ലോകത്തിലെ വെച്ച് തന്നെ ഏറ്റവും എഴുതപ്പെട്ടതും ലോങ്ങസ്റ്റ്, ഏറ്റവും ദൈർഘ്യമേറിയതും എഴുതപ്പെട്ടതുമായിട്ടുള്ള ഭരണഘടനയാണ് ഇന്ത്യൻ ഭരണഘടന. 1950 ജനുവരി 26 ഈ ഒരു ഭരണഘടന നിലവിൽ വന്നത്. ആൻഡ് ദെൻ സെക്കൻഡ് പോയിന്റ്, ഇറ്റ് പ്രൊവൈഡ്സ് ദ ഫ്രെയിംവർക്ക് ഓഫ് ഗവൺമെന്റ് ആൻഡ് ഡിഫൈൻ ദ പവേഴ്സ് ഓഫ് ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ് ആൻഡ് ജുഡീഷ്യറി. അതേപോലെ തന്നെ ഭരണഘടനയുടെ പ്രധാന അടിസ്ഥാനം എന്ന് പറയുന്നത്, ഫ്രെയിംവർക്ക് എന്ന് പറയുന്നത് എന്താണ്? അതായത് ലെജിസ്ലേച്ചർ നിയമനിർമ്മാണം, എക്സിക്യൂട്ടീവ് കാര്യനിർവഹണം, ജുഡീഷ്യറി നീതിന്യായം. അതുകൊണ്ട് തന്നെ നിയമനിർമ്മാണവും കാര്യനിർവഹണവും നീതിന്യായവുമാണ് ഈ ഒരു ഭരണഘടന പ്രധാനമായും നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ഗവൺമെന്റിലൂടെ നമുക്ക് ഭരണഘടന പ്രൊവൈഡ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഫ്രെയിംവർക്കുകളാണ് ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ് ആൻഡ് ജുഡീഷ്യറി, നിയമനിർമ്മാണവും കാര്യനിർവഹണവും നീതിന്യായവും. ആൻഡ് ദെൻ നെക്സ്റ്റ് പോയിന്റ്, ദ പ്രിയാമ്പിൾ ഡിക്ലെയർസ് ഇന്ത്യ ആസ് എ സോവറിൻ, സോഷ്യലിസ്റ്റ്, സെക്കുലർ, ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ആൻഡ് എൻഷുർ ജസ്റ്റിസ്, ലിബർട്ടി, ഈക്വാലിറ്റി ആൻഡ് ഫ്രറ്റേർണിറ്റി. അതേപോലെ തന്നെ ഭരണഘടനയുടെ ആമുഖം എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് നൽകുന്നത്? പ്രിയാമ്പിൾ എന്ന് പറഞ്ഞാൽ ആമുഖം. ആ ഭരണഘടനയുടെ ആമുഖത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത്? സോവറിൻ. സോവറിൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മളൊരു പരമാധികാരം. സോഷ്യലിസ്റ്റ്, സെക്കുലർ മതേതരത്വം, ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്, എൻഷുർ ജസ്റ്റിസ്, ലിബർട്ടി, ഈക്വാലിറ്റി ആൻഡ് ഫ്രറ്റേർണിറ്റി. ഇതൊക്കെ നമുക്ക് ഏതിൽ നൽകുന്നുണ്ട്? ഭരണഘടനയുടെ ആമുഖത്തിൽ വ്യക്തമാക്കി തരുന്നുണ്ട്. ദ പ്രിയാമ്പിൾ ഡിക്ലെയർസ് ഇന്ത്യ ആസ് എ സോവറിൻ, സോഷ്യലിസ്റ്റ്, സെക്കുലർ, ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ആൻഡ് എൻഷുർ ജസ്റ്റിസ്, ലിബർട്ടി, ഈക്വാലിറ്റി ആൻഡ് ഫ്രറ്റേർണിറ്റി. ആൻഡ് ദെൻ നെക്സ്റ്റ് പോയിന്റ്, any law inconsistent with constitution is null and void. ഭരണഘടനയ്ക്ക് വിരുദ്ധമായിട്ടുള്ള ഏത് നിയമവും എങ്ങനെയാണ്? അസാധുവും ശൂന്യവുമാണ്. നൾ
നൾ എന്ന് പറഞ്ഞാൽ എന്താ? ശൂന്യമാണ്. ഭരണഘടനയ്ക്ക് വിരുദ്ധമായിട്ടുള്ള ഏതൊരു പ്രവർത്തനവും ഏതൊരു നിയമവും അസാധുവാണ്, അല്ലെങ്കിൽ നള്ള ശൂന്യമാണ്. എനി ലോ ഇൻ കൺസിസ്റ്റന്റ് വിത്ത് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് നൾ ആൻഡ് അവോയ്ഡ്. ഭരണഘടനയ്ക്ക് വിരുദ്ധമായിട്ടുള്ള ഏതൊരു ലോയും എന്താണ്? അസാധുവാണ്. The next point, the Government of India Act 1935 strongly influenced the Constitution. 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ഭരണഘടനയെ ശക്തമായി സ്വാധീനിച്ചു. 1915 ഭരണഘടന രൂപീകൃതമായെങ്കിലും 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ഈ ഭരണഘടനയെ വളരെയധികം സ്ട്രോങ്ലി ഇൻഫ്ലുവൻസ്ഡ്, ശക്തമായി സ്വാധീനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഫെഡറൽ സിസ്റ്റം, പ്രൊവിഷ്യൽ ഓട്ടോണമി, ഫെഡറൽ കോർട്ട്, ഫെഡറൽ സംവിധാനം, പ്രവിശ്യ സ്വയംഭരണം, ഫെഡറൽ കോടതി എന്നീ കാര്യങ്ങളൊക്കെ ഇതിനെ സ്വാധീനിച്ചു. 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ഈ ഭരണഘടനയുടെ രൂപീകരണത്തിന് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. ഇമ്പോർട്ടന്റ് പ്രീ ഇൻഡിപെൻഡൻസ് ഫോഴ്സ് ഇൻക്ലൂഡഡ് ദ നെഹ്റു റിപ്പോർട്ട്. അങ്ങനെയാണ് ഈ ഭരണഘടന രൂപീകരിക്കുന്നതിന് മുമ്പ് 3 റിപ്പോർട്ടുകൾ തയ്യാറാക്കി. ഏതൊക്കെ റിപ്പോർട്ടുകളാ? 1928 നെഹ്റു റിപ്പോർട്ട്, അതേപോലെ തന്നെ 1931 കറാച്ചി റെസൊല്യൂഷൻ അഥവാ കറാച്ചി റിപ്പോർട്ട്, ആൻഡ് 1945 1945 ഫുപ്രു റിപ്പോർട്ട്. ഈ 3 റിപ്പോർട്ടിന്റെയും അടിസ്ഥാനത്തിലാണ് ഇന്ത്യക്കൊരു വ്യക്തമായ എഴുതപ്പെട്ടതും ദീർഘമായിട്ടുള്ള ഒരു ഭരണഘടന തയ്യാറാക്കിയത്. അപ്പൊ ഇനി നമ്മൾക്ക് ഡിസ്കഷൻ നടത്താനുള്ളത് നെഹ്റു റിപ്പോർട്ടും കറാച്ചി റെസൊല്യൂഷനും അതേപോലെ തന്നെ ഫുപ്രു റിപ്പോർട്ടും. ഈ 3 റിപ്പോർട്ടുകളെ കുറിച്ചാണ് ഇനി നമ്മൾക്ക് ഡിസ്കഷൻ നടത്താനുള്ളത്. അതെന്താ എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ചാണ് അനലൈസ് ചെയ്തത്. അപ്പോൾ ഏതൊക്കെ റിപ്പോർട്ടുകൾ പ്രകാരം, ഏത് റിപ്പോർട്ട് ബേസ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഫോം ചെയ്തത് എന്നാണ് നമ്മൾ പറയുന്നത്. അതിൽ നെഹ്റു റിപ്പോർട്ട്, കറാച്ചി റെസൊല്യൂഷൻ ആൻഡ് ഫുപ്രു റിപ്പോർട്ട്. അപ്പം നെഹ്റു റിപ്പോർട്ട് എന്നാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്? ഇമ്പോർട്ടൻറ്റ് പ്രീ ഇൻഡിപെൻഡൻസ് ഫോഴ്സ് ഇൻക്ലൂഡഡ് ദ നെഹ്റു റിപ്പോർട്ട് 1928. അതായത് 1928 നെഹ്റു റിപ്പോർട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. സ്വാതന്ത്ര്യം കിട്ടുന്ന ആ സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ല, സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പുള്ള ആ പീരീഡിലായിരുന്നു നെഹ്റു റിപ്പോർട്ട് തയ്യാറാക്കിയത്. കാരണം ഇന്ത്യക്കൊരു വ്യക്തമായ ഭരണഘടന ആവശ്യമാണ്. കാരണം ഇന്ത്യയെ റീമേക്ക് ചെയ്യാണ്. ബ്രിട്ടീഷുകാർ ഇവിടെ നിന്നും അവർ പോയി. അതിനുശേഷം 1947 നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു. അങ്ങനെ അതിനുശേഷമാണ് നമ്മളുടെ ഈ ഒരു ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഫോർമുലേറ്റഡ് ആയത്. പക്ഷെ അതിന് മുന്നേ തന്നെ അതിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരുന്നു. അങ്ങനെ 1928 ഒരു നെഹ്റു റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ പ്രീ ഇൻഡിപെൻഡൻറ്റ് ഫോഴ്സ് ഇൻക്ലൂഡഡ് ദ നെഹ്റു റിപ്പോർട്ട് 1928. അപ്പോൾ 1928 ഒരു നെഹ്റു റിപ്പോർട്ടിന് രൂപം കൊടുക്കുകയും അങ്ങനെ ആ റിപ്പോർട്ട് പ്രകാരം എന്താണ് ഉദ്ദേശിക്കുന്നത് നോക്കൂ. MF5 സെക്യൂറിങ് ഫണ്ടമെന്റൽ റൈറ്റ് ആൻഡ് പ്രൊവൈഡിങ് സേഫ് ഗാർഡ് ഫോർ മൈനോറിറ്റി. അതേപോലെ തന്നെ എല്ലാവർക്കും നെഹ്റു റിപ്പോർട്ട് പ്രകാരം അതിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് മൗലിക ഫണ്ടമെന്റൽ റൈറ്റ് ഉറപ്പാക്കുകയും അതേപോലെ തന്നെ മൈനോറിറ്റി ന്യൂനപക്ഷങ്ങൾക്ക് സംരക്ഷണം നൽകുകയും ചെയ്യുക എന്നതായിരുന്നു നെഹ്റു റിപ്പോർട്ടിൽ പ്രധാനമായും ഉൾക്കൊള്ളിച്ചിരുന്നത്. MF5 സെക്യൂറിങ് ഫണ്ടമെന്റൽ റൈറ്റ്, മൗലിക അവകാശങ്ങൾ സംരക്ഷിക്കുകയും അതേപോലെ തന്നെ മൈനോറിറ്റി അതായത് ന്യൂനപക്ഷങ്ങളുടെ അവർക്ക് കൂടുതൽ സംരക്ഷണം നൽകുകയും. നമുക്കറിയാം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഭൂരിപക്ഷമുണ്ട്, ന്യൂനപക്ഷമുണ്ട്. അതുകൊണ്ട് തന്നെ ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുകയും ഫണ്ടമെന്റൽ റൈറ്റ് പ്രൊവൈഡ് ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളായിരുന്നു. സെക്യൂറിങ് ഫണ്ടമെന്റൽ റൈറ്റ്, മൗലിക അവകാശങ്ങൾ ഉറപ്പാക്കുകയും അതേപോലെ തന്നെ ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുക എന്നീ കാര്യങ്ങളായിരുന്നു ഏതിൽ ഇൻവോൾവഡ് ആയിരുന്നത്? 1928 നെഹ്റു റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നത്. അതേപോലെ സെക്കൻഡ് വൺ, അടുത്തതായിട്ട് നമ്മളുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ രൂപം കൊള്ളുന്നതിന് സഹായിച്ച മറ്റൊരു പ്രധാനപ്പെട്ട പ്രമേയമാണ് ഏത്? കറാച്ചി റെസൊല്യൂഷൻ.
കറാച്ചി പ്രമേയം 1931 കറാച്ചി റെസൊല്യൂഷൻ. Drafted under the leadership of Jawaharlal Nehru, stressed economic and social reform and fundamental rights. The Karachi Resolution became the spiritual basis of the directive principles of state policy. അതായത് 1931 ജവഹർലാൽ നെഹ്റു ആണ് ഇത് തയ്യാറാക്കിയത്. മാത്രമല്ല സാമ്പത്തികമായും സാമൂഹിക മാറ്റങ്ങളും മൗലിക അവകാശങ്ങളൊക്കെ ഉറപ്പ് നൽകുന്ന ഒന്നായിരുന്നു ഏത് കറാച്ചി റെസൊല്യൂഷൻ. അതായത് സ്ട്രെസ്ഡ് എക്കണോമിക് ആൻഡ് സോഷ്യൽ റിഫോം, സാമ്പത്തികപരമായിട്ടും സാമൂഹികപരമായിട്ടുള്ളൊരു റിഫോം ആയിരുന്നു. മാത്രമല്ല അതിലൂടെ എന്ത് ഉറപ്പുവരുത്തുക, ഫണ്ടമെന്റൽ റൈറ്റ്, മൗലിക അവകാശങ്ങൾ ഉറപ്പുവരുത്തുക. കൂടാതെ the Karachi Resolution became the spiritual basis of the directive principles of state policy. Directive principles of state policy. ഈ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി അറിയുമ്പോൾ DPS, ഈ DPSന് പ്രാധാന്യം കൊടുത്തുകൊണ്ടായിരുന്നു ഏത് റെസൊല്യൂഷൻ മുന്നോട്ട് വന്നത്, കറാച്ചി റെസൊല്യൂഷൻ. അതേപോലെ പിന്നീട് രൂപം കൊടുത്തതാണ് ഏത് സുപ്രൂ റിപ്പോർട്ട് 1945. സുപ്രൂ റിപ്പോർട്ട് recommended ensuring equality, security and protection of minority in independent India. സുപ്രൂ റിപ്പോർട്ട് പ്രകാരം സ്വാതന്ത്ര്യത്തിന് ശേഷം ന്യൂനപക്ഷങ്ങളുടെ എന്തൊക്കെ ഉറപ്പുവരുത്തണം എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. എൻഷുറിങ് ഈക്വാലിറ്റി, സമത്വവും, സെക്യൂരിറ്റി, സുരക്ഷയും, അതേപോലെ തന്നെ പ്രൊട്ടക്ഷൻ. അപ്പോൾ ഈക്വാലിറ്റി, സെക്യൂരിറ്റി, പ്രൊട്ടക്ഷൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ മൈനോറിറ്റിക്ക്, ന്യൂനപക്ഷങ്ങൾക്ക് ഉറപ്പ് നൽകണം എന്നാണ് സുപ്രൂ റിപ്പോർട്ടിൽ വ്യക്തമാക്കിയത്. അപ്പോൾ ഈ ന്യൂനപക്ഷങ്ങൾക്കും കൂടി വേണ്ടിയാണ് നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എഴുതപ്പെട്ടത് എന്ന് നമുക്ക് പറയാം. കാരണം 1915 ജനുവരി 25 നമ്മളുടെ ഇന്ത്യക്കൊരു കോൺസ്റ്റിറ്റ്യൂഷൻ ഫൗണ്ടഡ് ആയത്. പക്ഷെ അതിനു മുന്നേ 3 റിപ്പോർട്ടുകളുണ്ട്. ഏതൊക്കെയായിരുന്നു? നെഹ്റു റിപ്പോർട്ട്, കറാച്ചി റെസൊല്യൂഷൻ ആൻഡ് സുപ്രൂ റിപ്പോർട്ട്. സുപ്രൂ റിപ്പോർട്ടിലും എന്തെന്നെയാണ് റെക്കമെൻഡ് ചെയ്തത്? എൻഷുറിങ് ഈക്വാലിറ്റി, സെക്യൂരിറ്റി, പ്രൊട്ടക്ഷൻ, മൈനോറിറ്റി ഇൻ ഇൻഡിപെൻഡന്റ് ഇന്ത്യ, സ്വതന്ത്ര ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങളുടെ ഈക്വാലിറ്റിയും സെക്യൂരിറ്റിയും പ്രൊട്ടക്ഷനും ഉറപ്പു നൽകുക എന്നാണ് സുപ്രൂ റിപ്പോർട്ട് വ്യക്തമാക്കിയത്. And then it affirmed political and civil equality and freedom of religion for all citizens. അതേപോലെ തന്നെ എല്ലാവർക്കും എന്ത് നൽകണം? എല്ലാ മതത്തിലുള്ളവർക്കും സ്വാതന്ത്ര്യം, എല്ലാ പൗരന്മാർക്കും, എല്ലാ മതവിഭാഗത്തിലുള്ള പൗരന്മാർക്കും സ്വാതന്ത്ര്യം നൽകണമെന്ന് വ്യക്തമാക്കിക്കൊണ്ടായിരുന്നു തുല്യമായിട്ടുള്ള ഈക്വലായിട്ടുള്ള മതസ്വാതന്ത്ര്യവും. നമുക്കറിയാം ഇന്ത്യ ഒരു സെക്കുലർ കൺട്രിയാണ്. അത് നമ്മുടെ ഭരണഘടനയിൽ എഴുതി വെച്ചിട്ടുണ്ട് അല്ലേ. അതുകൊണ്ട് തന്നെ എല്ലാ പൗരന്മാർക്കും അവർക്ക് ഇഷ്ടപ്പെട്ട മതം റിലീജിയൻ വിശ്വസിക്കുന്നതിനും ഫോളോ ചെയ്യാനൊക്കെ ഉള്ള സ്വാതന്ത്ര്യവും ഇതിലൂടെ ഉറപ്പുവരുത്തിയിരുന്നു. ആൻഡ് ദെൻ the Independence Act 1947 granted independence to India on 15th August 1947. 1947 സ്വാതന്ത്ര്യ നിയമം വഴി ഇന്ത്യക്ക് 1947 ഓഗസ്റ്റ് 15 നമുക്ക് എന്ത് ലഭിച്ചു? സ്വാതന്ത്ര്യം ലഭിക്കുകയും ചെയ്തു. സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷമാണ് ഭരണഘടന തയ്യാറാക്കിയിട്ടുള്ളത് കേട്ടോ. The Act empowered the Constitution Assembly was held on 9 December 1946. അങ്ങനെ ഭരണഘടനയുടെ ആദ്യ യോഗം നടന്നത്, ഈ ഒരു ഭരണഘടന ഇന്ത്യക്ക് രൂപപ്പെടുത്തണം എന്നുദ്ദേശിച്ചുകൊണ്ട് ആദ്യ മീറ്റിംഗ് നടന്നത് എന്നാണ്? കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി വാസ് ഹെൽഡ് ഓൺ 9 December 1946. ഡിസംബർ 9 1946 ഭരണഘടനയ്ക്ക് രൂപം കൊടുക്കുന്നതിന് വേണ്ടി ആദ്യത്തെ അസംബ്ലി ഒത്തുചേർന്നത്. ഇനീഷ്യലി അസംബ്ലി ഹാഡ് 207 members including 15 women. ഒരു ആദ്യത്തെ മീറ്റിങ്ങിൽ 207 മെമ്പേഴ്സാണ് ഉണ്ടായിരുന്നത്. അതിൽ വെറും 15 സ്ത്രീകളെ ഉണ്ടായിരുന്നുള്ളൂ. 207 മെമ്പേഴ്സിൽ 15 സ്ത്രീകളാണ് ഭരണഘടനയ്ക്ക് രൂപം കൊടുക്കേണ്ട ആദ്യത്തെ മീറ്റിങ്ങിൽ അറ്റൻഡഡ് ആയത്. The drafting committee
പ്രയോറിറ്റൈസ്ഡ് ഇൻക്ലൂഷൻ ഓഫ് ട്രഡീഷണലി മാർജിനലൈസ്ഡ് സെക്ഷൻ. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി സാമൂഹികമായി പിന്നോക്ക വിഭാഗങ്ങളുടെ ഉൾക്കൊള്ളലിനാണ് പ്രാധാന്യം നൽകിയത്. ഈ കമ്മിറ്റി ചേർന്നപ്പോൾ 207 മെമ്പേഴ്സ് അടങ്ങുന്ന ഭരണഘടന രൂപീകരിക്കുന്നതിന് വേണ്ടി ഇങ്ങനെ ഒരു കമ്മിറ്റി ചേർന്നപ്പോൾ അവർ കൂടുതൽ പ്രാധാന്യം കൊടുത്തത് ആർക്ക് വേണ്ടിയിട്ടായിരുന്നു? ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി എന്നാണ് അവരെ അറിയപ്പെടുന്നത്. പ്രയോറിറ്റി കൂടുതൽ പിന്നോക്ക വിഭാഗങ്ങൾക്കാണ് പ്രാധാന്യം നൽകിയത്. കീ ലീഡേഴ്സ് ഇൻക്ലൂഡ്, അതിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ ആരൊക്കെയായിരുന്നു? ഇന്ത്യൻ ഭരണഘടനയ്ക്ക് രൂപം കൊടുക്കാൻ വേണ്ടി ചേർന്ന സുപ്രീം റിപ്പോർട്ടിലാണ് ഇതൊക്കെ നമ്മൾ അനലൈസ് ചെയ്യുന്നത്. അപ്പോൾ ഈ റിപ്പോർട്ടിൻ്റെ മുന്നോടിയായിട്ട് മീറ്റിംഗ് അറേഞ്ച് ചെയ്തു. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചേർന്നപ്പോൾ അതിലെ പ്രധാന മെമ്പേഴ്സ് എന്ന് പറയുന്നത് ആരൊക്കെയായിരുന്നു? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്, ജവഹർലാൽ നെഹ്റു, മൗലാന അബ്ദുൽ കലാം ആസാദ് ആൻഡ് ഡോക്ടർ BR അംബേദ്കർ. ഇപ്പൊ ഡോക്ടർ രാജേന്ദ്ര പ്രസാദും ജവഹർലാൽ നെഹ്റുവും മൗലാന അബ്ദുൽ കലാം ആസാദും ഡോക്ടർ BR അംബേദ്കർ 3 ആളുകളാണ് ഈ ഒരു കമ്മിറ്റിയിൽ അംഗങ്ങളായിട്ട് പ്രധാനപ്പെട്ട 207 പേരുണ്ടെങ്കിലും അതിലെ പ്രധാനപ്പെട്ട മെയിൻ ആളുകളായിട്ട് അറിയപ്പെടുന്നത്. അങ്ങനെ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് സെർവ്ഡ് ആസ് ദ ചെയർമാൻ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ് ഭരണഘടനാ സഭയുടെ ചെയർമാനായിട്ട് അറിയപ്പെടുന്നത്. പക്ഷെ ഭരണഘടനയ്ക്ക് രൂപം കൊടുത്തത് ഡോക്ടർ BR അംബേദ്കർ ആണ് കേട്ടോ. ചെയർമാൻ സ്ഥാനം മാത്രമേ ഉള്ളൂ രാജേന്ദ്ര പ്രസാദിനുള്ളത്. പക്ഷെ നമ്മുടെ ഭരണഘടനയ്ക്ക് രൂപം കൊടുത്തത് അത് പ്രിയാമ്പിളായിട്ടും ആമുഖമായും ഒക്കെ എല്ലാ ലോസും കടമെടുത്ത ആശയങ്ങളായിരുന്നു. നമ്മുടെ ഭരണഘടന രൂപീകരിച്ചപ്പോൾ അതിൽ എഴുതപ്പെട്ട ഓരോ ഐഡിയോളജികളും ഓരോ നിയമങ്ങളും റൂൾസുകളും ഒക്കെ കടമെടുത്ത ആശയങ്ങളാണെങ്കിൽ പോലും വ്യക്തമായിട്ടുള്ള റിജിഡായിട്ടുള്ള ഒരു ഭരണഘടന വളരെ ലോങ്ങസ്റ്റ് ആണ്, അതേപോലെ തന്നെ റിജിഡാണ്. അത്തരമുള്ള ഒരു ഭരണഘടനയ്ക്ക് അതിൻ്റെ എഴുതിയത് ആരെന്നെയാണ്? ഡോക്ടർ BR അംബേദ്കർ ആണ്. പക്ഷെ അതിൻ്റെ ചെയർമാനായിട്ടാണ് ആരെ അറിയപ്പെടുന്നത്? രാജേന്ദ്ര പ്രസാദിനെ അറിയപ്പെടുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു 3 റിപ്പോർട്ടിലും കൂടി നിങ്ങൾക്ക് അനലൈസ് ചെയ്ത് തരാനുള്ളത്. ഇനി നമുക്ക് അടുത്തതായിട്ട് ഡിസ്കഷൻ നടത്താനുള്ള ടോപ്പിക്കാണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി. എന്തൊക്കെ കാര്യങ്ങളാണ്? നിർദ്ദേശക തത്വങ്ങളാണ്. ഫണ്ടമെൻ്റൽ റൈറ്റും ഉണ്ട്, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി, അതായത് സ്റ്റേറ്റിനോട് എന്തൊക്കെ പ്രിൻസിപ്പിൾസ് ആണ് നിർദ്ദേശിക്കുന്നത്, അതാണ് നിർദ്ദേശക തത്വങ്ങൾ എന്ന് പറയും. അതല്ലെങ്കിൽ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി. അതിലൂടെ എന്തൊക്കെ കാര്യങ്ങളാണ് അനലൈസ് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഹായ് സ്റ്റുഡൻസ്. അപ്പോൾ നമ്മൾ അടുത്തതായിട്ട് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ച് അനലൈസ് ചെയ്യാണ്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ബേസിക് ഫീച്ചേഴ്സ്, അതായത് ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാനപരമായിട്ടുള്ള ഫീച്ചേഴ്സുകളെ കുറിച്ചാണ്, സവിശേഷതകളെ കുറിച്ചാണ് നമ്മൾ ഡിസ്കഷൻ നടത്തുന്നത്. നമുക്കറിയാം പ്രധാനമായും 3 റിപ്പോർട്ടുകളിലൂടെയാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ 1950 അനൗൺസ് ചെയ്തത്. ജനുവരി 25 1950 അനൗൺസ് ചെയ്തത് എന്ന് നമ്മൾ വളരെ വ്യക്തമായി മനസ്സിലാക്കി. ആ 3 റിപ്പോർട്ടുകളുടെയും അടിസ്ഥാനത്തിലായിരുന്നു എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കി. നെഹ്റു റിപ്പോർട്ടും അതേപോലെ തന്നെ പിന്നെ കറാച്ചി റെസൊല്യൂഷനും സുപ്രീം റിപ്പോർട്ടും ഈ റിപ്പോർട്ടുകളുടെയൊക്കെ ബേസ് ചെയ്തുകൊണ്ടായിരുന്നു നമ്മളുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ രൂപം കൊണ്ടത് എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കി. ഇനി അതിന്റെ അടിസ്ഥാന സവിശേഷതകളിലേക്കാണ് നമ്മൾ കടക്കുന്നത്. ആദ്യം നമുക്ക് അതിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ നൽകാം. Adopted on 26th November 1949 by the Constituent Assembly. അതായത് 1949 നവംബർ 26 അതിന്റെ ആദ്യത്തെ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി ചേർന്നത്. ഇന്ത്യൻ ഭരണഘടന രൂപീകരിക്കുന്നതിന് വേണ്ടി അതിന്റെ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി ചേർന്നത് 1949 25th November. Then ലെങ്തിസ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ ഇൻ ദ വേൾഡ്, ലോകത്തിൽ വെച്ച് തന്നെ വേൾഡിൽ വെച്ച് തന്നെ ലെങ്തിസ്റ്റ് വളരെയധികം വലിപ്പമേറിയ ഭരണഘടനയാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഒറിജിനലി ഹാഡ് 395 ആർട്ടിക്കിൾ, ഏകദേശം 395 ആർട്ടിക്കിളും 22 പാർട്സ് 22 ഭാഗങ്ങളും
9 ഷെഡ്യൂൾ 9 പട്ടികകളും ഉൾപ്പെടുന്ന ഒരു ദൈർഘ്യമേറിയ പ്രമാണം, എഴുതപ്പെട്ട പ്രമാണമാണ് ഏത്? ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പോ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ടീച്ചർ പറയുന്നത്. PSCക്ക് വരെ നിങ്ങൾക്ക് ചോദിക്കാൻ സാധ്യത ഉണ്ട് ഇതൊക്കെ. കാരണം നമ്മുടെ ഭരണഘടന രൂപീകരിക്കുന്നതിന്റെ ആദ്യത്തെ അസംബ്ലി ചേർന്നത് 1949 26 നവംബർ. അതൊരു ലെങ്തിസ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ ഇൻ ദ വേൾഡ്, ലോകത്തിലെ തന്നെ ഏറ്റവും ദൈർഘ്യമേറിയതായിരുന്നു. അതേപോലെ തന്നെ 395 ആർട്ടിക്കിളുകളും 22 ഭാഗങ്ങളും 9 പട്ടികകളും ഉൾപ്പെടുന്നതാണ് ഇന്ത്യൻ ഭരണഘടന. അതേപോലെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് എന്താണ്? സെർവ് ആസ് എ മോഡൽ ഫോർ മെനി ഡെവലപ്പിംഗ് കൺട്രീസ്. പല വികസിത രാജ്യങ്ങളെ മോഡലാക്കിക്കൊണ്ടാണ് നമ്മുടെ ഭരണഘടന ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. കടമെടുത്ത ആശയങ്ങളാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ആശയങ്ങൾ മുഴുവനായിട്ടും കടമെടുത്ത ആശയങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഡെവലപ്പിംഗ് കൺട്രികളിൽ നിന്നാണ് നമ്മുടെ ഭരണഘടനയുടെ മോഡൽ രൂപം കൊണ്ടിട്ടുള്ളത്. ഇതാണ് നമ്മുടെ ഭരണഘടനയുടെ ഏകദേശം ഒരു രൂപം. ഇനി നമ്മൾക്ക് അതിന്റെ പ്രധാന ബേസിക് ഫീച്ചേഴ്സ് എന്താ നോക്കൂ. മെയിൻ ഐഡിയൽസ് എന്തൊക്കെ നോക്കൂ. സോവർണിറ്റി, പരമാധികാരം. സോഷ്യലിസ്റ്റ് ആൻഡ് സെക്യുലർ, സാമൂഹികവും മതേതരത്വവും. പാർലമെന്ററി ഫോം ഓഫ് ഗവൺമെന്റ്, അതേപോലെ തന്നെ പാർലമെന്ററി ഭരണരീതി. ഇതാണ് ഭരണഘടനയുടെ പ്രധാനപ്പെട്ട ഐഡിയ ആയിട്ട് അറിയപ്പെടുന്നത്, ആശയങ്ങളായിട്ട് അറിയപ്പെടുന്നത്. അപ്പോ ഭരണഘടനയുടെ പ്രധാനപ്പെട്ട ആശയങ്ങളിലാണ് സോവർണിറ്റി, സോഷ്യലിസ്റ്റ് ആൻഡ് സെക്യുലർ, പാർലമെന്ററി ഫോം ഓഫ് ഗവൺമെന്റ്. അതിൽ നമുക്ക് മെയിൻ ഐഡിയൽസിൽ വരുന്ന സോവർണിറ്റി എന്താ എന്ന് നമുക്ക് നോക്കാം. പരമാധികാരം. എന്താണ് സോവർണിറ്റി, പരമാധികാരം എന്ന് പറഞ്ഞാല്? സോവർണിറ്റിയിലെ പ്രധാനപ്പെട്ട പോയിന്റ് ആണ്, ശ്രദ്ധിക്കുക, പവർ റെസ്റ്റ് വിത്ത് ദ പീപ്പിൾ ഓഫ് ഇന്ത്യ. അതായത് ഇന്ത്യൻ ജനങ്ങളുടെ പവർ വ്യക്തമാക്കുന്നതാണ് പരമാധികാരം. അതേപോലെ തന്നെ ഇന്ത്യ ഈസ് ഫ്രീ ഫ്രം ഫോറിൻ കൺട്രോൾ, വിദേശാധിപത്യത്തിൽ നിന്നും ഇന്ത്യ സ്വതന്ത്രമാണ്. അപ്പോ സോവർണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 കാര്യങ്ങളാണ് ഫോളോ ചെയ്യുന്നത്. ഒന്ന് എന്താണ്? അതായത് പവർ റെസ്റ്റ് വിത്ത് ദ പീപ്പിൾ ഓഫ് ഇന്ത്യ. ആൻഡ് സെക്കൻഡ് വൺ, ഇന്ത്യ ഈസ് ഫ്രീ ഫ്രം ഫോറിൻ കൺട്രോൾ, വിദേശാധിപത്യത്തിൽ നിന്നും ഇന്ത്യ സ്വതന്ത്രമാണ്. അതാണ് സോവർണിറ്റി. ആൻഡ് ദെൻ സോഷ്യലിസ്റ്റ് ആൻഡ് സെക്യുലർ. എന്താണ് സോഷ്യലിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? word socialist and secular added by the 42nd amendment 1976. 1976 42ാം ഭേദഗതി പ്രകാരമാണ് സോഷ്യലിസ്റ്റ് ആൻഡ് സെക്യുലർ എന്ന 2 പദങ്ങൾ കൂട്ടിച്ചേർക്കപ്പെട്ടത്. 1976 42ാം ഭേദഗതി 42nd അമെൻഡ്മെന്റ് പ്രകാരമാണ് സോഷ്യലിസ്റ്റ് എന്നും സെക്യുലർ എന്നും 2 പ്രധാനപ്പെട്ട ആശയങ്ങൾ കൂട്ടിച്ചേർക്കപ്പെട്ടത് ഭരണഘടനയിലേക്ക്. ഇനി സോഷ്യലിസ്റ്റിന്റെ ലക്ഷ്യം എന്താ? സോഷ്യലിസ്റ്റ് എയിം അറ്റ് എക്കണോമിക് ഈക്വാലിറ്റി ആൻഡ് റെഡ്യൂസ്ഡ് ഗ്യാപ്പ് ബിറ്റ്വീൻ റിച്ച് ആൻഡ് പുവർ. സാമ്പത്തികപരമായ സമത്വമാണ് സോഷ്യലിസ്റ്റിന്റെ ലക്ഷ്യം. മാത്രമല്ല അത് എന്ത് റെഡ്യൂസ് ചെയ്യുന്നു? ആൻഡ് റെഡ്യൂസ്ഡ് ഗ്യാപ്പ് ബിറ്റ്വീൻ റിച്ച് ആൻഡ് പുവർ, പണക്കാരെന്നും പാവങ്ങളെന്നുള്ള ഗ്യാപ്പ് ഇല്ലാതാക്കുന്നു. അതാണ് ഏതിന്റെ ലക്ഷ്യം? എയിമേ സോഷ്യലിസ്റ്റ്. അപ്പോ ഇന്ത്യൻ ഭരണഘടനയിലെ പ്രധാനപ്പെട്ട ആശയങ്ങളാണ് സോവർണിറ്റി, സോഷ്യലിസ്റ്റ് ആൻഡ് സെക്യുലർ ആൻഡ് പാർലമെന്ററി ഫോം ഓഫ് ഗവൺമെന്റ്. അതിൽ സോഷ്യലിസ്റ്റും സെക്യുലറും ഏത് ഭേദഗതി പ്രകാരം? 42ാം ഭേദഗതി പ്രകാരം 1976 42ാം ഭേദഗതി പ്രകാരമാണ് സോഷ്യലിസ്റ്റ് ആൻഡ് സെക്യുലർ എന്ന ആശയങ്ങൾ രൂപം കൊണ്ടത്. ഇനി സോഷ്യലിസ്റ്റിന്റെ ലക്ഷ്യം എന്താണ്? സോഷ്യലിസ്റ്റ് എയിം അറ്റ് എക്കണോമിക് ഈക്വാലിറ്റി, സാമ്പത്തിക സമത്വം. മാത്രമല്ല റെഡ്യൂസ്ഡ് ഗ്യാപ്പ് ബിറ്റ്വീൻ റിച്ച് ആൻഡ് പുവർ, പാവങ്ങളെന്നും പണക്കാരെന്നുള്ള ആ ഗ്യാപ്പിനെ കുറയ്ക്കുക, റെഡ്യൂസ് ചെയ്യുക എന്നതാണ് സോഷ്യലിസ്റ്റിന്റെ ലക്ഷ്യം. ഇനി സെക്യുലർ. എന്താണ് സെക്യുലർ?
മതേതരത്വം എന്ന് പറയും അല്ലേ. സെക്യുലറിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ നോക്കൂ, സ്റ്റേറ്റ് ഹാസ് നോ റിലീജിയൻ ഓഫ് ഇറ്റ്സ് ഓൺ. ഒരിക്കലും സെക്യുലറിസം എന്ന് പറഞ്ഞാൽ എല്ലാ മതങ്ങളെയും തുല്യമായി ബഹുമാനിക്കണം, മാത്രമല്ല ഒരു സ്റ്റേറ്റും ഒരു മതത്തിൽ അധിഷ്ഠിതമല്ല. സ്റ്റേറ്റ് ഹാസ് നോ റിലീജിയൻ ഓഫ് ഇറ്റ്സ് ഓൺ. ഒരു സ്റ്റേറ്റും ഒരു മതത്തിലും എന്താവാൻ പാടില്ല, അധിഷ്ഠിതമാവാൻ പാടില്ല. എല്ലാ മതങ്ങൾക്കും ഈക്വൽ തുല്യമായ റെസ്പെക്ട് കൊടുക്കണം എന്നാണ് സെക്യുലർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈക്വൽ റെസ്പെക്ട് ടു ഓൾ റിലീജിയൻ. എല്ലാ മതങ്ങളെയും തുല്യമായി ബഹുമാനിക്കണം. ഒരു സർക്കാരിനും ഒരു സ്റ്റേറ്റിനും ഒരു പ്രത്യേകമായ മതമില്ല. സ്റ്റേറ്റ് ഹാസ് നോ റിലീജിയൻ ഓഫ് ഇറ്റ്സ് ഓൺ. ഒരു സംസ്ഥാനത്തിനും ഒരു പ്രത്യേകമായ മതമില്ല. എല്ലാ മതങ്ങളെയും തുല്യമായി റെസ്പെക്ട് ചെയ്യണം. അതാണ് സെക്യുലർ. And then നെക്സ്റ്റ് പോയിന്റിൽ എന്താ പറയണത്, നോ ഡിസ്ക്രിമിനേഷൻ ഓൺ റിലീജിയസ് ഗ്രൗണ്ട്. അതേപോലെ തന്നെ ഇവിടെ മതത്തിന്റെ പേരില് യാതൊരുവിധ ചൂഷണവും പാടില്ല. മതത്തിന്റെ പേരിൽ ഒരിക്കലും മതത്തെ നമ്മൾ ഒരിക്കലും അഗാധമായി സ്നേഹിക്കരുത്. അത് മതഭ്രാന്തിന് വഴിവെക്കും. എല്ലാ മതങ്ങൾക്കും എന്താണ് അതിൻ്റെതായ ക്വാളിറ്റികളുണ്ട്. അതുകൊണ്ട് എല്ലാ മതങ്ങളെയും നമ്മൾ തുല്യമായിട്ട് കാണണം. അതാണ് സെക്യുലറിസം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ മതങ്ങളെയും തുല്യമായി റെസ്പെക്ട് ചെയ്യണം. മതത്തിന്റെ പേരിലുള്ള ഒരു ഡിസ്ക്രിമിനേഷൻ ഇന്ത്യയിൽ പാടില്ല എന്നാണ് സോഷ്യലിസ്റ്റ് സെക്യുലർ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇന്ത്യ ഒരു സെക്യുലർ കൺട്രി ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ മതപരമായ വിവേചനം ഒരിക്കലും പാടില്ല. നോ ഡിസ്ക്രിമിനേഷൻ ഓൺ റിലീജിയസ് ഗ്രൗണ്ട്. ആൻഡ് ഈക്വൽ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റി ഫോർ ഓൾ ഫെയ്ത്ത്. അതേപോലെ തന്നെ സർക്കാർ ജോലിയിൽ എല്ലാ മതക്കാർക്കും തുല്യ അവസരം. ഈക്വൽ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റി പറഞ്ഞാൽ എന്താണ്, എല്ലാവർക്കും സർക്കാർ സ്ഥാപനങ്ങളിൽ തുല്യമായിട്ടുള്ള അവസരം നൽകണം. അവിടെ ജാതിയുടെ പേരില് അവസരം നഷ്ടപ്പെടുത്തരുത്. എല്ലാ മതങ്ങൾക്കും തുല്യമായിട്ടുള്ള ഓപ്പർച്യൂണിറ്റികൾ നൽകണം. ഇതൊക്കെയാണ് സെക്യുലർ എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇപ്പൊ നമ്മള് ഭരണഘടനയിൽ എഴുതി വെച്ച പ്രധാന 3 ഐഡിയാസാ പറയണത്. സോവർണിറ്റി, സോഷ്യലിസ്റ്റ് ആൻഡ് സെക്യുലർ, പാർലമെന്ററി ഫോം ഓഫ് ഗവൺമെന്റ്. അതിപ്പോ സോഷ്യലിസ്റ്റ് ആൻഡ് സെക്യുലർ എന്താ എന്ന് നമുക്ക് മനസ്സിലായി. ഇനി നമുക്ക് പാർലമെന്ററി ഫോം ഓഫ് ഗവൺമെന്റ് എന്താ നോക്കൂ. എന്താ പാർലമെന്ററി ഫോം ഓഫ് ഗവൺമെന്റ് പറഞ്ഞ ഒരു പാർലമെന്ററി ഭരണരീതി. നമുക്കറിയാം 2 സഭകളാണ് നമുക്കുള്ളത്, രാജ്യസഭ ആൻഡ് ലോകസഭ. ആ ലോകസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പാണ് ഏതിനെ നിർണയിക്കുക, പാർലമെന്ററി ഫോം ഓഫ് ഗവൺമെന്റിനെ നിർണയിക്കുന്നത് അല്ലെ. അപ്പൊ പാർലമെന്ററി ഫോം ഓഫ് ഗവൺമെന്റ് നോക്കൂ. ഗവൺമെന്റ് അറ്റ് സെന്റർ ആൻഡ് സ്റ്റേറ്റ് ഈസ് പാർലമെന്ററി. കേന്ദ്ര തലത്തിലും സംസ്ഥാന തലത്തിലും പാർലമെന്ററി സംവിധാനം നിലനിൽക്കുന്നു. നമുക്കറിയാം ഇന്ത്യ ഒരു ഫെഡറൽ ഗവൺമെന്റാ, ഒരു ഫെഡറേഷൻ ആണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. ഫെഡറൽ ഗവൺമെന്റ് പറഞ്ഞാൽ എന്താ, സംസ്ഥാനവും കേന്ദ്രവും ഒരുമിച്ച് ചേർന്ന് ഭരിക്കുന്ന സംസ്ഥാനങ്ങളെയാണ് ഫെഡറേഷൻ എന്ന് പറയുക. അതേപോലെ തന്നെ ചില സ്ഥലങ്ങളിൽ നമുക്കറിയാം കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ സംസ്ഥാനങ്ങൾക്ക് ഭരിക്കാൻ അധികാരം ഉണ്ടാവില്ല, അവിടെ പ്രസിഡൻസി ഭരണമായിരിക്കും ഉണ്ടായിരിക്കുക. പക്ഷെ ഇന്ത്യ പൊതുവെ ഫോളോ ചെയ്യുന്നത് ഫെഡറേഷൻ ആണ്. നമുക്ക് കേന്ദ്രം സെൻട്രൽ ഗവൺമെന്റ് സംസ്ഥാന ഗവൺമെന്റുകൾക്ക് ഓർഡറുകൾ നൽകും. ആ ഓർഡറിനനുസരിച്ചിട്ടാണ് സംസ്ഥാന ഗവൺമെന്റുകൾ പ്രവർത്തിക്കുക. അതിന് 2 ലിസ്റ്റുകളുണ്ട്, കൺകറന്റ് ലിസ്റ്റും ഉണ്ട്, സ്റ്റേറ്റ് ലിസ്റ്റും ഉണ്ട്. അപ്പൊ അതൊക്കെയാണ് നമുക്ക് ഈ പാർലമെന്ററി ഫോം ഓഫ് ഗവൺമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. അതുകൊണ്ട് സെൻട്രലിലും സ്റ്റേറ്റിലും എന്ത് നടക്കുന്നുണ്ട്, ഒരു പാർലമെന്ററി സംവിധാനം നിലനിൽക്കുന്നുണ്ട്. നമ്മൾ സംസ്ഥാന നിയമസഭയിലേക്കും അതേപോലെ തന്നെ ലോകസഭയിലേക്കും തെരഞ്ഞെടുപ്പ് നടത്താറുണ്ട് അല്ലെ. And then next point, the Prime Minister and the Council of Ministers are responsible to ലോകസഭ. ലോകസഭയുടെ ഉത്തരവാദിത്വം ആരിലാണ്, പ്രധാനമന്ത്രിയും മറ്റു മന്ത്രിസഭാംഗങ്ങൾക്കുമാണ് ലോകസഭയിൽ എന്തുള്ളത്, റെസ്പോൺസിബിൾ ഉത്തരവാദിത്വമുള്ളത്. അതാണ് പാർലമെന്ററി ഫോം ഓഫ് ഗവൺമെന്റ് എന്ന് പറഞ്ഞത്. പ്രൈം മിനിസ്റ്റർ ആൻഡ് കൗൺസിൽ ഓഫ് മിനിസ്റ്റർ ആർ റെസ്പോൺസിബിൾ ടു ലോകസഭ. ഗവൺമെന്റ് മസ്റ്റ് റിസൈൻ ഇഫ് ഇറ്റ് ലോസസ് മെജോറിറ്റി. അതേപോലെ തന്നെ ഗവൺമെന്റ് മസ്റ്റ് റിസൈൻ ചെയ്യാൻ എന്താ, രാജിവെക്കുക. ഇഫ് ഇറ്റ് ലോസസ് മെജോറിറ്റി,
ലോകസഭയില് വിശ്വാസം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ആ ഗവൺമെന്റ് എന്ത് ചെയ്യണം എന്നാ പറയുന്നത്? റിസൈൻ ചെയ്യണം. ലോകസഭയുടെ വിശ്വാസം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ആ ഗവൺമെന്റ് പിരിച്ചുവിടേണ്ടതാണ്. ക്യാൻ ബി റിമൂവ്ഡ് ബൈ നോ കോൺഫിഡൻസ് മോഷൻ. വിശ്വാസ വോട്ടെടുപ്പ് പരാജയപ്പെട്ടാൽ സർക്കാർ പുറത്തു പോകും. ക്യാൻ ബി റിമൂവ്ഡ് ബൈ നോ കോൺഫിഡൻസ് മോഷൻ എന്ന് പറഞ്ഞാല് വിശ്വാസ വോട്ടെടുപ്പ് പരാജയപ്പെടുമ്പോഴാണ് സർക്കാർ പുറത്താക്കുക. ഇത്രയും കാര്യങ്ങളാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ബേസിക് ഫീച്ചേഴ്സ് ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാനുള്ളത്. ഇനി നമുക്ക് എടുക്കാനുള്ള ടോപ്പിക് ഫണ്ടമെന്റൽ റൈറ്റ്. ഫണ്ടമെന്റൽ റൈറ്റിന്റെ ഇൻട്രൊഡക്ഷൻ ടീച്ചറോട് എഴുതിയിട്ടിട്ടുണ്ട്. ഫണ്ടമെന്റൽ റൈറ്റിൽ നമുക്ക് 6 മൗലികാവകാശങ്ങളാണ് ഉള്ളത്. റൈറ്റ് ടു ഈക്വാലിറ്റി, റൈറ്റ് ടു ഫ്രീഡം, റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ, റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ, കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ്, റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡി. ഇങ്ങനെ 6 ഫണ്ടമെന്റൽ റൈറ്റ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ഇനി എടുക്കാൻ പോകുന്നത്. അപ്പൊ ഫണ്ടമെന്റൽ റൈറ്റിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ ഞാൻ തരാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് 6 മൗലികാവകാശങ്ങളെ കുറിച്ച് നമുക്ക് ഡിസ്കഷൻ നടത്താം. എന്താണ് ഫണ്ടമെന്റൽ റൈറ്റ്? ഫണ്ടമെന്റൽ റൈറ്റ് ഗിവൺ ഇൻ പാർട്ട് 3 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ഭരണഘടനയുടെ 3ാമത്തെ പാർട്ടിലാണ് മൗലിക അവകാശം അഥവാ ഫണ്ടമെന്റൽ റൈറ്റ് ഉള്ളത്. Inspired by Universal Declaration of Human Rights 1948 and US Bill of Rights. അതേപോലെ തന്നെ 1948 മനുഷ്യാവകാശ സർവദേശീയ പ്രഖ്യാപനത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഈ ഒരു ഫണ്ടമെന്റൽ റൈറ്റിന് രൂപം കൊടുത്തത്. ഇൻസ്പയർഡ് എന്താ? പ്രചോദനം. എന്തിലെ? യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ് മനുഷ്യാവകാശ സാർവദേശീയ പ്രഖ്യാപനത്തിൽ നിന്നും 1948 മനുഷ്യാവകാശ സാർവദേശീയ പ്രഖ്യാപനത്തിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഏതിന് രൂപം കൊടുത്തത്? ഫണ്ടമെന്റൽ റൈറ്റിന് രൂപം കൊടുത്തത്. അതായത് ഭരണഘടനയുടെ 3ാം ഭാഗത്തിലാണ് ഈ ഫണ്ടമെന്റൽ റൈറ്റ് നിലകൊള്ളുന്നത്. മാത്രമല്ല 1948 മനുഷ്യാവകാശ സാർവദേശീയ പ്രഖ്യാപനത്തിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഫണ്ടമെന്റൽ റൈറ്റിന് രൂപം കൊടുത്തത്. ഈ ഫണ്ടമെന്റൽ 6 മൗലികാവകാശങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതിന്റെ ആർട്ടിക്കിളുകൾ അത് ഏതൊക്കെയെന്ന് നമുക്ക് പരിശോധിക്കാം കേട്ടോ. ഇനി എടുക്കുന്ന ഭാഗം ഫണ്ടമെന്റൽ റൈറ്റിൽ വരുന്ന 6 മൗലിക അവകാശങ്ങളാണ്. അത് ഏതൊക്കെ തൊട്ട് ഏത് ആർട്ടിക്കിൾ തൊട്ട് ഏത് ആർട്ടിക്കിൾ വരെ ആണെന്ന് നമുക്ക് നോക്കണം. അപ്പൊ നമുക്ക് ഇനി അതിലേക്ക് കടക്കാം. ഓക്കെ, ഹായ് സ്റ്റുഡൻറ്. അപ്പൊ നമ്മൾ ഡിസ്കഷൻ ചെയ്യാൻ പോകുന്നത് ഫണ്ടമെന്റൽ റൈറ്റ് ആണ്. നമ്മൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എങ്ങനെയാണ് ഫോർമുലേറ്റഡ് ആയത്, എന്നാണ് അത് രൂപീകൃതമായത് എന്നും ഏതൊക്കെ റിപ്പോർട്ടുകൾ വഴിയാണ് അത് രൂപീകൃതമായതെന്നും അതിൻ്റെ പ്രധാനപ്പെട്ട ബേസിക് ഫീച്ചേഴ്സ് എന്തൊക്കെയെന്നൊക്കെ നമ്മൾ ഡിസ്കഷൻ നടത്തി. ഇനി നമ്മൾക്ക് നമ്മളുടെ ഇന്ത്യൻ ഭരണഘടനയിൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഫണ്ടമെന്റൽ റൈറ്റിന് എത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് എന്നാണ് നമ്മൾ ഇനി ഡിസ്കഷൻ നടത്താൻ പോകുന്നത്. ഫണ്ടമെന്റൽ റൈറ്റ് മൗലിക അവകാശം. നമുക്കറിയാം ഏതൊരു ഇന്ത്യൻ പൗരനും അവകാശപ്പെട്ട ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഘടകമാണ്, ഫാക്ടറാണ് ഏത്? ഫണ്ടമെന്റൽ റൈറ്റ്, മൗലിക അവകാശം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഫണ്ടമെന്റൽ റൈറ്റ്. അതിൽ പ്രധാനമായും 6 ഫണ്ടമെന്റൽ റൈറ്റ് ആണുള്ളത്. ഏതൊക്കെ? റൈറ്റ് ടു ഈക്വാലിറ്റി ആർട്ടിക്കിൾ 14 to 18, ആർട്ടിക്കിൾ 14 തൊട്ട് 18 വരെയാണ് റൈറ്റ് ടു ഈക്വാലിറ്റി, സമത്വത്തിനുള്ള അവകാശം. അതേപോലെ സെക്കൻഡ് വൺ റൈറ്റ് ടു ഫ്രീഡം, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. ആർട്ടിക്കിൾ 19 to 22, 19 തൊട്ട് 22 വരെയുള്ള ആർട്ടിക്കിളിലാണ് റൈറ്റ് ടു ഫ്രീഡം. ആൻഡ് ദെൻ തേർഡ് വൺ റൈറ്റ് എഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ, ചൂഷണത്തിനെതിരെയുള്ള അവകാശം. അത് ഏത് ആർട്ടിക്കിളാണ്? ആർട്ടിക്കിൾ 23 to 24, 23 മുതൽ 24 വരെയുള്ള ആർട്ടിക്കിളിലാണ് ചൂഷണത്തിനെതിരെയുള്ള അവകാശം. ആൻഡ് ഫോർത്ത് വൺ റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ, മതവിശ്വാസങ്ങൾ, ഇഷ്ടപ്പെട്ട മതങ്ങൾ സ്വീകരിക്കാനുള്ള അവകാശം. റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ ആർട്ടിക്കിൾ 25 തൊട്ട് 28 വരെയാണ്. 25 to 28 ആർട്ടിക്കിൾ 25 തൊട്ട് 28 വരെയുള്ള ആർട്ടിക്കിളാണ് റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ. ആൻഡ് ഫിഫ്ത്ത് വൺ കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ്,
സാംസ്കാരികവും വിദ്യാഭ്യാസപരമായ അവകാശം. ആർട്ടിക്കിൾ 29 to 30, 29 തൊട്ട് 30 വരെയുള്ള ആർട്ടിക്കിളിലാണ് ഏത് പ്രതിപാദിക്കുന്നത്? കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ്. ആൻഡ് ലാസ്റ്റ് വൺ, റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡി, ഭരണഘടനാപരമായിട്ടുള്ള അവകാശം. ആർട്ടിക്കിൾ 32 to 35, ആർട്ടിക്കിൾ 32 തൊട്ട് 35 വരെയുള്ള ആർട്ടിക്കിളാണ് റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡി. ഇങ്ങനെ ഫണ്ടമെന്റൽ റൈറ്റ് 6 എണ്ണാണുള്ളത്. ഫണ്ടമെന്റൽ മൗലിക അവകാശങ്ങൾ, ഒരു മനുഷ്യന്റെ, ഒരു പൗരന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഘടകമാണ് ഏത്? ഫണ്ടമെന്റൽ റൈറ്റ്, മൗലിക അവകാശം. അതിൽ 6 എണ്ണം ഉണ്ട്. അതിൽ നമുക്ക് റൈറ്റ് ടു ഈക്വാലിറ്റി അനലൈസ് ചെയ്യാം. റൈറ്റ് ടു ഈക്വാലിറ്റി, സമത്വത്തിനുള്ള അവകാശം. ആർട്ടിക്കിൾ 14 to 18, ആർട്ടിക്കിൾ 14 തൊട്ട് 18 വരെയുള്ളതാണ് ഏത്? സമത്വത്തിനുള്ള അവകാശം. അപ്പൊ അതിൽ ആർട്ടിക്കിൾ 14 എന്താ പറയണേ നോക്കൂ. ആർട്ടിക്കിൾ 14 തൊട്ട് 18 വരെയുള്ളതാണ് റൈറ്റ് ടു ഈക്വാലിറ്റി. ഇനി 14 എന്താ പറയണത് നോക്കൂ. ഈക്വാലിറ്റി ബിഫോർ ലോ ആൻഡ് ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ ടു ഓൾ സിറ്റിസൺ. അതായത് എല്ലാ പൗരന്മാർക്കും നിയമത്തിന്റെ മുന്നിൽ എങ്ങനെയാണ്? തുല്യ സമത്വവും അതേപോലെ തന്നെ നിയമങ്ങളുടെ സമാന സംരക്ഷണവും. അപ്പോ റൈറ്റ് ടു ഈക്വാലിറ്റി, സമത്വത്തിനുള്ള അവകാശം 14 തൊട്ട് 18 വരെയാണ് അനുശാസിക്കുന്നത്. അതിൽ 14ാമത്തെ ആർട്ടിക്കിൾ എന്താണ് പ്രൊവൈഡ് ചെയ്യുന്നത്? ഈക്വാലിറ്റി ബിഫോർ ലോ ആൻഡ് ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ. ഈക്വാലിറ്റി ബിഫോർ ലോ ആൻഡ് ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ ടു ഓൾ സിറ്റിസൺ. എല്ലാ പൗരന്മാരും നിയമത്തിനു മുമ്പിൽ സമത്വവും നിയമങ്ങളുടെ സമാന സംരക്ഷണവും. ഇന്ത്യയിലെ എല്ലാ പൗരന്മാർക്കും തുല്യമായിട്ടാണ് നിയമം നൽകപ്പെടുന്നത്. അതിൽ ഉള്ളവനെന്നോ ഇല്ലാത്തവനെന്നുള്ള ഒരു ഡിഫറൻസ് പാടില്ല. നിയമത്തിന്റെ മുന്നിൽ എല്ലാവരും സമന്മാരാണ്. അതാണ് ഏത് ഉറപ്പുവരുത്തുന്നത്? റൈറ്റ് ടു ഈക്വാലിറ്റി. റൈറ്റ് ടു ഈക്വാലിറ്റി എന്ന ഏത് ആർട്ടിക്കിള്? ആർട്ടിക്കിൾ 14. ആൻഡ് ദെൻ ആർട്ടിക്കിൾ 15 എന്താ പറയണേ? ആർട്ടിക്കിൾ 15 prohibit discrimination on ground of religion, race, caste, sex, place of birth, allow special provision for women, children, SC, ST and backward class. അതായത് ആർട്ടിക്കിൾ 15 എന്താണ് നമുക്ക് നൽകുന്നത്? പ്രോഹിബിറ്റ്. എന്താണ് ഒഴിവാക്കുന്നത്? പ്രോഹിബിറ്റ് ചെയ്യാൻ എന്താ? നിരോധിക്കുക. പ്രോഹിബിറ്റ് ഡിസ്ക്രിമിനേഷൻ. ഡിസ്ക്രിമിനേഷൻ എന്ന് പറഞ്ഞാൽ ചൂഷണം. അപ്പൊ ചൂഷണം നിരോധിക്കുന്ന ആർട്ടിക്കിൾ ആണ് ഏത്? ആർട്ടിക്കിൾ 15. ആരിന്മേലുള്ള ചൂഷണം? മതപരമായിട്ടുള്ള ചൂഷണങ്ങൾ. റേസ്, വംശപരമായിട്ടുള്ള ചൂഷണങ്ങൾ. കാസ്റ്റ്, ജാതിപരമായ ചൂഷണങ്ങൾ. സെക്സ്, സെക്സ് എന്ന് പറയുമ്പോൾ സ്ത്രീ എന്നും പുരുഷൻ എന്നുള്ള ചൂഷണങ്ങൾ. പ്ലേസ് ഓഫ് ബർത്ത്, ജന്മസ്ഥലമായിട്ടുള്ള ചൂഷണങ്ങൾ. അങ്ങനെ ഓരോ സ്പെഷ്യൽ പ്രൊവിഷൻ ഫോർ വുമൺ. അതേപോലെ തന്നെ സ്ത്രീകളുമായി ബന്ധപ്പെട്ട ചൂഷണങ്ങൾ, ചിൽഡ്രൻസ് നേരിടുന്ന ചൂഷണങ്ങൾ, SC, ST ആൻഡ് ബാക്ക്വേർഡ് ക്ലാസ് ഫേസ് ചെയ്യുന്ന ചൂഷണങ്ങൾ. ഇത്തരം കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നു? പ്രോഹിബിറ്റ് ചെയ്യുക എന്നതാണ് ഏത് ആർട്ടിക്കിൾ പ്രകാരം ചെയ്യുന്നത്? ആർട്ടിക്കിൾ 15. ആർട്ടിക്കിൾ 15 പ്രകാരം എന്താണ് പ്രോഹിബിറ്റ് ചെയ്യുന്നത്? ഡിസ്ക്രിമിനേഷൻ. ആരിന്മേലുള്ള ഡിസ്ക്രിമിനേഷൻ ആണ്? റിലീജിയൻ, റേസ്, കാസ്റ്റ്, സെക്സ്, പ്ലേസ് ഓഫ് ബർത്ത്, അതേപോലെ വുമൺസ്, ചിൽഡ്രൻസ്, SC, ST, ബാക്ക്വേർഡ് ക്ലാസ് ഇവരിന്മേലൊക്കെ ഉള്ള ചൂഷണങ്ങളെ ഒഴിവാക്കുന്നതിന് വേണ്ടി, തടയുന്നതിന് വേണ്ടി രൂപം കൊടുത്ത ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 15. ആൻഡ് ദെൻ അടുത്ത ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 16. ആർട്ടിക്കിൾ 16 പ്രകാരം എന്താ പറയുന്നത് നോക്കൂ. Equality of opportunity in public employment, reservation for backward class if inadequately represented. ആർട്ടിക്കിൾ 16 ഉറപ്പു നൽകുന്നു പൊതുജോലിയിൽ അവസര സമത്വവും അതേപോലെ തന്നെ പ്രതിനിധാനമില്ലാത്ത പിന്നോക്ക വർഗങ്ങൾക്കുള്ള സംവരണവും. അതായത് ഗവൺമെന്റ് ജോലിയിൽ തുല്യ അവസരവും അതേപോലെ തന്നെ ബാക്ക്വേർഡ് ക്ലാസ് പറഞ്ഞാൽ പിന്നോക്ക വിഭാഗങ്ങൾക്ക് പ്രത്യേക സംവരണവും ഉറപ്പുവരുത്തുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 15.
ആർട്ടിക്കിൾ 16 പ്രകാരം ഇക്വാലിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി പബ്ലിക് എംപ്ലോയ്മെന്റ്, പബ്ലിക് എംപ്ലോയ്മെന്റ് പറഞ്ഞാൽ എന്താണ്? ഗവൺമെന്റ് സ്ഥാപനങ്ങളിലെ അവസര സമത്വം ഈക്വലായി നൽകുന്നു. കൂടാതെ ബാക്ക്വേർഡ് ക്ലാസുകൾക്ക് എന്ത് നൽകുന്നുണ്ട്? റിസർവേഷൻ, കൂടുതൽ പരിഗണന നൽകുന്നു. ആ ആർട്ടിക്കിൾ ആണ് ഏത്? ആർട്ടിക്കിൾ 16. ആൻഡ് ദെൻ ആർട്ടിക്കിൾ 17 എന്താണ് പ്രൊവൈഡ് ചെയ്യുന്നത് നോക്കൂ. ആർട്ടിക്കിൾ 17 അബോളിഷൻ ഓഫ് അൺടച്ചബിലിറ്റി പ്രാക്ടീസ് ഈസ് എ പണിഷബിൾ ഒഫൻസ്. അതായത് അബോളിഷൻ, തൊട്ടുകൂടായ്മ ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി രൂപം കൊടുത്ത ആർട്ടിക്കിളാണ് ഏത്? ആർട്ടിക്കിൾ 17. ആർട്ടിക്കിൾ 17 പ്രൊവൈഡഡ് അബോളിഷൻ ഓഫ് അൺടച്ചബിലിറ്റി, തൊട്ടുകൂടായ്മ ഇല്ലാതാക്കുക. പ്രാക്ടീസ് ഈസ് എ പണിഷബിൾ ഒഫൻസ്. അപ്പൊ തൊട്ടുകൂടായ്മ റദ്ദാക്കി അത്തരം തൊട്ടുകൂടായ്മ കാണിക്കുന്നതിനെ എന്താക്കി കാണിക്കണം? പണിഷബിൾ, പണിഷ്മെന്റ് കൊടുക്കണം. നമ്മള് ചില ജാതിയുടെ പേരിൽ മറ്റുള്ളവരെ ഐത്തക്കാരായിട്ടോ ജാതി പേര് വിളിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാല് അതിന് തക്കതായിട്ടുള്ള ശിക്ഷ നൽകുന്ന നിയമമാണ് ഏത്? ആർട്ടിക്കിൾ 17. അബോളിഷൻ ഓഫ് അൺടച്ചബിലിറ്റി പ്രാക്ടീസ് ഈസ് എ പണിഷബിൾ ഒഫൻസ്. ആൻഡ് ദെൻ നെക്സ്റ്റ് ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ 18. അബോളിഷൻ ഓഫ് ടൈറ്റിൽസ്, അതായത് ബഹുമതികൾ ഒഴിവാക്കുക. പലതരത്തിലുള്ള ടൈറ്റിൽസ് പറഞ്ഞാൽ എന്താണ്? ബഹുമതി പദവികൾ. അത്തരത്തിലുള്ള ബഹുമതി പദവികൾ ഒഴിവാക്കുന്നതിന് വേണ്ടി നൽകിയ ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 18. അപ്പൊ മക്കളെ, റൈറ്റ് ടു ഈക്വാലിറ്റി എന്ന് പറയുന്ന ഫണ്ടമെന്റൽ റൈറ്റ് എത്ര ആർട്ടിക്കിൾ വരും? 14 തൊട്ട് 18 വരെയുള്ള ആർട്ടിക്കിളാണ് റൈറ്റ് ടു ഈക്വാലിറ്റി. അടുത്തതാണ് റൈറ്റ് ടു ഫ്രീഡം, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, സമത്വത്തിനുള്ള അവകാശമാണ് നമ്മൾ പഠിച്ചത്. അടുത്തത് റൈറ്റ് ടു ഫ്രീഡം, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. അത് എത്ര വരെയാണ്? ആർട്ടിക്കിൾ 19 തൊട്ട് 22 വരെയുള്ള ആർട്ടിക്കിളാണ് ഇതിൽ വരുന്നത്. അതില് ആർട്ടിക്കിൾ 19 എന്താണ് വ്യക്തമാക്കുന്നത് നോക്കൂ. ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ, അതായത് അഭിപ്രായം പറയുന്നതിനും പ്രസംഗം നടത്തുന്നതിനൊക്കെ ഉള്ള സ്വാതന്ത്ര്യം. ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ നടത്തുന്നതിനും, അതായത് അഭിപ്രായ പ്രകടന സ്വാതന്ത്ര്യത്തിനും അതേപോലെ തന്നെ പ്രസംഗിക്കാനൊക്കെ ഉള്ള സ്വാതന്ത്ര്യം നൽകുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 19. ഇപ്പൊ ഒരു വ്യക്തി അയാളുടെ മനസ്സിൽ തോന്നിയ കാര്യം അയാൾ സ്പീച്ചിലൂടെ പറഞ്ഞു, അല്ലെങ്കിൽ അത് പ്രകടിപ്പിച്ചു കരുതിയിട്ട് അതൊരു തെറ്റായ കാര്യമൊന്നുമല്ല. അത് അയാളുടെ അവകാശമാണ്. അത് അദ്ദേഹത്തിന്റെ മൗലിക അവകാശമാണ്. അതുകൊണ്ട് നമുക്ക് സ്വതന്ത്രമായി സ്പീച്ച് നടത്തുന്നതിനും എക്സ്പ്രഷൻ ചെയ്യുന്നതിനുമുള്ള അവകാശമാണ് ആർട്ടിക്കിൾ 19. ആൻഡ് ദെൻ നെക്സ്റ്റ് പോയിന്റ് പീസ്ഫുൾ അസംബ്ലി. അതേപോലെ തന്നെ സമാധാനപരമായിട്ടുള്ള അസംബ്ലി പറഞ്ഞാൽ എന്താ? സമ്മേളനം. സമാധാനപരമായ സമ്മേളനം നടത്തുന്നതിനുള്ള അവകാശം. ഇതൊക്കെ 19 വരുന്നതാട്ടോ. ആർട്ടിക്കിൾ 19 വരുന്ന കാര്യങ്ങളാണ് ടീച്ചർ ഈ പോയിന്റ് ആക്കിയിട്ടുള്ളത്. ഫോം അസോസിയേഷൻ ആൻഡ് യൂണിയൻ, സംഘടനകളും യൂണിയനുകളൊക്കെ ആരംഭിക്കാനുള്ള സ്വാതന്ത്ര്യം. ഫ്രീ മൂവ്മെന്റ് ആൻഡ് റെസിഡൻസ്, അതേപോലെ തന്നെ സ്വതന്ത്ര സഞ്ചാരത്തിനും താമസത്തിനും, ഇന്ത്യയിൽ എവിടെയും സഞ്ചരിക്കുന്നതിനും താമസിക്കുന്നതിനുമുള്ള അവകാശം. നമ്മള് ഇന്ത്യക്കാരാണെങ്കിൽ ഇന്ത്യയിൽ എവിടെയും, ഇന്ത്യൻ പൗരനാണെങ്കിൽ അത് തെളിയിക്കാനുള്ള പ്രൂഫ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് ഇന്ത്യയിൽ എവിടെയും സഞ്ചരിക്കാം, എവിടെയും താമസിക്കാം. അതിന് ഇന്ന സംസ്ഥാനം ആവണമെന്നൊന്നുമില്ല. നമ്മളടുത്ത് അതിനൊരു പ്രൂഫ് ഉണ്ട്, ആധാർ കാർഡ് കയ്യിലുണ്ടായിരിക്കണം എന്നേ ഉള്ളൂ. ആധാർ കാർഡ് ഉണ്ടെങ്കിൽ നമുക്ക് ഇന്ത്യയിൽ എവിടെയും സഞ്ചരിക്കാനും അതേപോലെ തന്നെ നമുക്ക് താമസിക്കാനുമുള്ള അവകാശമുണ്ട്. പ്രാക്ടീസ് എനി പ്രൊഫഷൻ, അതേപോലെ തന്നെ ഇഷ്ടമുള്ള തൊഴിൽ ചെയ്യാനുള്ള അവകാശം. ആരും ഒന്നും അടിച്ചേൽപ്പിക്കാൻ പാടില്ല. ഏത് തൊഴിൽ സെലക്ട് ചെയ്യണം എന്നത് നമ്മുടെ താല്പര്യമാണ്. അതുകൊണ്ട് ഇഷ്ടമുള്ള തൊഴിൽ ചെയ്യാനുള്ള അവകാശം. ഇതൊക്കെ റൈറ്റ് ടു ഫ്രീഡത്തിലെ ആർട്ടിക്കിൾ 19 വരുന്ന കാര്യങ്ങളാണ് കേട്ടോ. ഇനി 20, 21, 22 ആർട്ടിക്കിളിൽ വരുന്ന കാര്യങ്ങളാണ് ടീച്ചർ ഇവിടെ പോയിന്റ് ആക്കി എഴുതിയിട്ടുള്ളത്. നോക്കൂ, അതായത് റീസണബിൾ റെസ്ട്രിക്ഷൻ ഓൺ സ്പീച്ച് ഇൻക്ലൂഡ്, ചില പ്രസംഗത്തിന് ചില നിയന്ത്രണങ്ങൾ ഉണ്ട്. പ്രസംഗിക്കാനുള്ള അവകാശം നമുക്കുണ്ടെങ്കിൽ പോലും ചില നിയന്ത്രണങ്ങൾ ഉണ്ട് എന്നാ പറയുന്നത്. എന്തായിരിക്കും ആ നിയന്ത്രണം നോക്കൂ. റീസണബിൾ റെസ്ട്രിക്ഷൻ ഓൺ സ്പീച്ച് ഇൻക്ലൂഡ്,
ചില പ്രസംഗ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ നിയന്ത്രണങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, സെക്യൂരിറ്റി ഓഫ് ദ സ്റ്റേറ്റ്, രാജ്യത്തിന്റെ സുരക്ഷ. 2, ഫ്രണ്ട്ലി റിലേഷൻ വിത്ത് ഫോറിൻ സ്റ്റേറ്റ്, വിദേശ രാജ്യങ്ങളുമായുള്ള സൗഹൃദ ബന്ധങ്ങൾ. ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ സ്പീച്ച് നടത്താൻ പാടുള്ളൂ. പബ്ലിക് ഓർഡർ, പൊതു നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലുള്ള സ്പീച്ചുകള്. അതേപോലെ തന്നെ ഡീക്കൻസി ആൻഡ് മൊറാലിറ്റി, ധാർമ്മികവും അതേപോലെ തന്നെ പിന്നെന്താണ് ശിഷ്ടപരമായിട്ടുള്ള കാര്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട്. കൺസെപ്റ്റ് ഓഫ് കോർട്ട്, കോടതിയെ ലക്ഷ്യത്തിനെ അടിസ്ഥാനപ്പെടുത്തി. ഡിഫാമിനേഷൻ, അപകീർത്തി ഒഴിവാക്കുന്ന തരത്തിൽ. ഇൻസെന്റിമെന്റ് ഓഫ് ആൻ ഒഫൻസ്, കുറ്റകൃത്യത്തിന് പ്രേരണ നൽകാത്ത സ്പീച്ച് ആയിരിക്കണം. ഒരു സ്പീച്ച് നടത്തുമ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? അക്രമവാസന കുട്ടികൾക്കും ജനങ്ങൾക്കും ഉണ്ടാകുന്ന രീതിയിൽ സ്പീച്ച് നടത്താൻ പാടില്ല. അങ്ങനത്തെ സ്പീച്ച് നടത്തി കഴിഞ്ഞാൽ കേസ് എടുക്കും. ആർട്ടിക്കിൾ 19 പ്രകാരം നമ്മൾക്ക് സ്പീച്ച് നടത്താനുള്ള സ്വാതന്ത്ര്യം ഉണ്ട്. പക്ഷെ ആ സ്പീച്ച് എങ്ങനെ ആയിരിക്കണം? നമ്മുടെ സമൂഹത്തിന് നല്ല രീതിയിലുള്ള മോട്ടിവേഷൻ കൊടുക്കുന്ന സ്പീച്ച് ആയിരിക്കണം നമ്മൾ കൊടുക്കേണ്ടത്. അല്ലാതെ കുട്ടികളെയും വലിയവരെയും മുതിർന്നവരെയൊക്കെ തെറ്റായ വഴിയിലേക്ക് നീങ്ങുന്ന ഒരു സ്പീച്ച് അല്ല നൽകേണ്ടത്. അതുകൊണ്ടാണ് എന്തുദ്ദേശിക്കുന്നത്? ഇൻസെന്റിമെന്റ് ഓഫ് ആൻ ഒഫൻസ്, കുറ്റകൃത്യത്തിന്റെ പ്രേരണ നൽകുന്ന സ്പീച്ച് പാടില്ല. സോവർണിറ്റി ആൻഡ് ഇന്റഗ്രിറ്റി ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും. ഇന്റഗ്രിറ്റി പറഞ്ഞാൽ എന്താ? സോവർണിറ്റി പറഞ്ഞാൽ പരമാധികാരം, ഇന്റഗ്രിറ്റി പറഞ്ഞാൽ അഖണ്ഡത. ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുന്ന രീതിയിലുള്ള സ്പീച്ച് ആയിരിക്കണം. അപ്പൊ മക്കളെ, ഇത്രയും കാര്യങ്ങളാണ് ആർട്ടിക്കിൾ 19 തൊട്ട് 22 വരെയുള്ള ഫ്രീഡം, റൈറ്റ് ടു ഫ്രീഡം എന്ന ആ ഫണ്ടമെന്റൽ റൈറ്റിൽ വരുന്നത്. ഇനി നമുക്ക് എടുക്കാനുള്ളത് റൈറ്റ് എഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ, ചൂഷണത്തിനെതിരായിട്ടുള്ള അവകാശത്തെ കുറിച്ചാണ് ഇനി നമുക്ക് ഡിസ്കഷൻ നടത്താനുള്ളത്. അതിന്റെ ആർട്ടിക്കിൾ 23 തൊട്ട് 24 വരെയാണ്. അപ്പൊ അതെന്താ എന്ന് നമുക്ക് പരിശോധിക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ 2 ഫണ്ടമെന്റൽ റൈറ്റ് ഡിസ്കഷൻ നടത്തി. ഇനി മൂന്നാമത്തതാണ് റൈറ്റ് എഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ, ചൂഷണത്തിനെതിരായിട്ടുള്ള അവകാശം. ആർട്ടിക്കിൾ 23 to 24, 23 തൊട്ട് 24 വരെയുള്ള ആർട്ടിക്കിളുകളിലാണ് ചൂഷണത്തിനെതിരായിട്ടുള്ള, എക്സ്പ്ലോയിറ്റേഷനെതിരായിട്ടുള്ള അവകാശം ഡിഫൈൻ ചെയ്യുന്നത്. അപ്പോൾ ഫണ്ടമെന്റൽ റൈറ്റിലെ ആദ്യത്തെ 2 പോയിന്റുകളും നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി മൂന്നാമത്തെ തേർഡ് പോയിന്റ് ആയിട്ടുള്ള റൈറ്റ് എഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ, ചൂഷണത്തിനെതിരായിട്ടുള്ള അവകാശത്തെ കുറിച്ചാണ് നമ്മൾ ഡിസ്കഷൻ നടത്തുന്നത്. അതിലെ എത്ര തൊട്ട് എത്ര വരെയാണ്? ആർട്ടിക്കിൾ 23 തൊട്ട് ആർട്ടിക്കിൾ 24 വരെയുള്ള ആർട്ടിക്കിളുകളാണ് ഇതിൽ വരുന്നത്, ചൂഷണത്തിനെതിരായിട്ടുള്ള അവകാശത്തിൽ വരുന്നത്. അതിൽ ആർട്ടിക്കിൾ 23 പ്രകാരം പ്രോഹിബിറ്റ് ഫോഴ്സ്ഡ് ലേബർ, ഹ്യൂമൻ ട്രാഫിക്കിംഗ്, ബർഗറി, സാൽവറി എക്സെട്ര. ആർട്ടിക്കിൾ 23 എന്തിനെ തടയുന്നു? പ്രോഹിബിറ്റഡ് ഫോഴ്സ്ഡ് ലേബർ, നിർബന്ധിച്ച് ജോലി ചെയ്യുന്ന. ഫോഴ്സ്ഡ് ലേബർ എന്ന് പറഞ്ഞാൽ എന്താ? അതായത് ചില ആളുകളെ നിർബന്ധിച്ച് തൊഴിൽ ചെയ്യിപ്പിക്കുന്നത് തടയുക. അതേപോലെ തന്നെ പിന്നെന്താണ്? ഹ്യൂമൻ ട്രാഫിക്കിംഗ്, അതായത് മനുഷ്യക്കടത്ത് എന്നൊക്കെ പറയും. ഹ്യൂമൻ ട്രാഫിക്കിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? മനുഷ്യരെ പല രീതിയിൽ മനുഷ്യൻ്റെ അവയവങ്ങളൊക്കെ ഉപയോഗിക്കാൻ വേണ്ടി മനുഷ്യക്കടത്ത്, അത്തരത്തിലുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുന്നു? ആർട്ടിക്കിൾ 23 പ്രോഹിബിറ്റ് ചെയ്യുന്നു, തടയുന്നു. അതേപോലെ തന്നെ ബേഗറി, ഭിക്ഷാടനം, സാൽവറി, അടിമത്തം, ഇതൊക്കെ തടഞ്ഞുകൊണ്ടുള്ള പ്രോഹിബിറ്റ് ചെയ്യുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 23. അപ്പോൾ റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ, ചൂഷണത്തിനെതിരായിട്ടുള്ള അവകാശത്തിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 23 വിഭാവനം ചെയ്യുന്നത്. ആർട്ടിക്കിൾ 23 പ്രകാരം നിർബന്ധിച്ച് ജോലി ചെയ്യുന്നത്, ഫോഴ്സ്ഡ് ലേബർ, അതായത് നിർബന്ധിത തൊഴില്, ഹ്യൂമൻ ട്രാഫിക്കിംഗ്, ബേഗറി, സാൽവറി, ഇതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ആർട്ടിക്കിൾ 23 പ്രകാരം പ്രോഹിബിറ്റ് ചെയ്യുന്നുണ്ട്, തടയുന്നുണ്ട്. അടുത്തതാണ് ആർട്ടിക്കിൾ 24. ആർട്ടിക്കിൾ 24 പ്രോഹിബിറ്റ് എംപ്ലോയ്മെന്റ് ഓഫ് ചിൽഡ്രൻ ബിറ്റ്വീൻ 14 years ഇൻ ഫാക്ടറീസ് ആൻഡ് അസാഡ് ഒക്യുപ്പേഷൻ. 14 വയസ്സിന് താഴെയുള്ള
കുട്ടികളെ ഫാക്ടറികളിലും മറ്റ് അപകടകരമായിട്ടുള്ള ഒക്യുപ്പേഷൻ തൊഴിൽ മേഖലകളിലും നിയമിക്കുന്നത് തടഞ്ഞുകൊണ്ടുള്ള ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 24. അപ്പോൾ ആർട്ടിക്കിൾ 24 വിഭാവനം ചെയ്യുന്നത് എന്താണ്? ആർട്ടിക്കിൾ 24 പ്രോഹിബിറ്റ് ചെയ്യാൻ തടയുന്നു എംപ്ലോയ്മെന്റ് ഓഫ് ചിൽഡ്രൻ ബിലോ 40 ഇയേഴ്സ് 14 വയസ്സിന് താഴെയുള്ള കുട്ടികളെ ഫാക്ടറികളിലും മറ്റ് ഹസാർഡ് ഒക്യുപ്പേഷൻ മറ്റ് ദുർഘടമായ തൊഴിൽ മേഖലയിലും ജോലി ചെയ്യിപ്പിക്കുന്നത് തടഞ്ഞുകൊണ്ടുള്ള ആർട്ടിക്കിളാണ് ഏത്? ആർട്ടിക്കിൾ 24. അതുകൊണ്ടാണ് 14 വയസ്സിനുള്ള താഴെയുള്ള കുട്ടികളെ ചില സ്ഥാപനങ്ങളിലൊക്കെ കുട്ടികൾ ജോലി ചോദിച്ച് ചെന്ന് കഴിഞ്ഞാലും ആ സ്ഥാപനങ്ങൾ എടുക്കില്ല. കാരണം അങ്ങനെ 14 വയസ്സിന് താഴെയുള്ള കുട്ടികളെ ജോലിക്ക് എടുത്തു കഴിഞ്ഞാൽ ആ ജോലിക്ക് എടുത്ത ഓണർക്ക് പോലും അത് നിയമവശാൽ അയാൾ കുറ്റാണ് ചെയ്യുന്നത്. കാരണം നമ്മളുടെ കുട്ടികൾക്ക് 14 വയസ്സ് വരെ കമ്പൽസറി എഡ്യൂക്കേഷൻ, നിർബന്ധിത വിദ്യാഭ്യാസം ഗവൺമെന്റ് നടപ്പാക്കിയിട്ടുണ്ട്. 1ാം ക്ലാസ് തൊട്ട് 10ാം ക്ലാസ് വരെ SSLC വരെ കമ്പൽസറി എഡ്യൂക്കേഷൻ എന്നാണ് ഇതിന് പറയുക. ആ കമ്പൽസറി എഡ്യൂക്കേഷൻ ഇവിടെ ഫൗണ്ടഡ് ചെയ്തിട്ടുണ്ട്, രൂപം കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ 14 വയസ്സിന് താഴെയുള്ള കുട്ടികളെ ദുർഘട മേഖലകളിലും അതേപോലെ തന്നെ ഫാക്ടറികളിലും തൊഴിൽ ചെയ്യുന്നത് തടയുന്നതിന് വേണ്ടി നടപ്പാക്കിയ ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 24. ആൻഡ് ദെൻ കൂടാതെ ലോസ് ഇനാക്റ്റഡ് ടു പ്രിവെന്റ് ചൈൽഡ് ലേബർ ഇൻക്ലൂഡ് എംപ്ലോയ്മെന്റ് ചിൽഡ്രൻ ആക്ട്, മൈൻസ് ആക്ട് ആൻഡ് ചൈൽഡ് ലേബർ റെഗുലേഷൻ ആക്ട്. അതേപോലെ തന്നെ കുട്ടികളെ കൊണ്ട് മറ്റ് തൊഴിലുകൾ ചെയ്യിപ്പിക്കുക, അതേപോലെ തന്നെ കുട്ടികൾക്കായിട്ടുള്ളൊരു ആക്ട് തന്നെ ഉണ്ട്, എംപ്ലോയ്മെന്റ് ഓഫ് ചിൽഡ്രൻ ആക്ട്. അതേപോലെ തന്നെ മൈൻസ് ആക്ട്, കോറികളിലൊക്കെ ജോലി ചെയ്യുന്നത് തടയാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ആക്ടുകൾ രൂപം കൊണ്ടിട്ടുള്ളത്. ചൈൽഡ് ലേബർ റെഗുലേഷൻ ആക്ട്, ഈ ആക്ടുകളാണ് കുട്ടികൾക്ക് വേണ്ടി ഓരോ കാര്യങ്ങളും നടപ്പാക്കുന്നത്. അപ്പോൾ കുട്ടികളെ സംരക്ഷിക്കുന്നതിനും അവരുടെ നിയമങ്ങൾ അവർക്ക് വേണ്ടി സംരക്ഷിക്കാൻ വേണ്ടി രൂപം കൊണ്ട ആക്ടുകളാണ് ഏതൊക്കെ? എംപ്ലോയ്മെന്റ് ഓഫ് ചിൽഡ്രൻ ആക്ട്, മൈൻസ് ആക്ട്, ചൈൽഡ് ലേബർ റെഗുലേഷൻ ആക്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ എന്ന, അതായത് ചൂഷണത്തിനെതിരായ അവകാശം എന്ന ഭാഗത്ത് നമുക്ക് ഡിസ്കഷൻ നടത്താനുള്ളത് കേട്ടോ. അടുത്തത് 4ാമത്തെ പോയിന്റിലേക്കാണ് നമ്മൾ കടക്കുന്നത്. ശ്രദ്ധിക്കൂ. റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ, അതായത് മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. ഇന്ത്യയിലെ ഏതു മതവും വിശ്വസിക്കാം, ഏതു മതവും ഫോളോ ചെയ്യാം. അത് ഓരോ പൗരൻ്റെയും താല്പര്യം അനുസരിച്ചാണ്. കാരണം ഇന്ത്യ ഒരു സെക്കുലറിസമാണ് ഫോളോ ചെയ്യുന്നത്. അതുകൊണ്ട് ഫണ്ടമെന്റൽ റൈറ്റിലെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റൈറ്റാണ്, അവകാശമാണ് റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ, അതായത് മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ആർട്ടിക്കിൾ എത്ര തൊട്ട് എത്ര വരെയാണ്? ആർട്ടിക്കിൾ 25 to 28, ആർട്ടിക്കിൾ 25 തൊട്ട് ആർട്ടിക്കിൾ 28 വരെയാണ് മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തെ വിഭാവനം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ദ കോൺസ്റ്റിറ്റ്യൂഷൻ അപ്ഹോൾഡ് സെക്യുലറിസം, ഭരണഘടന എന്താണ് നമുക്ക് ഉറപ്പ് നൽകുന്നത്? സെക്യുലാറിസം, മതേതരത്വം. ഭരണഘടന മതനിരപേക്ഷത അഥവാ മതേതരത്വം ഉറപ്പു നൽകുന്നു. ഇനി ആർട്ടിക്കിൾ ഏതാ നോക്കൂ. ആർട്ടിക്കിൾ 25, ആർട്ടിക്കിൾ 25 പ്രകാരം ഫ്രീഡം ഓഫ് കോൺഷ്യസ്നസ് ആൻഡ് ദ right to profess, practice and propagate religion subject to public order, morality and health. ആർട്ടിക്കിൾ 25 പ്രകാരം എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്? ഫ്രീഡം ഓഫ് കോൺഷ്യസ്നസ്, മനസാക്ഷിയുടെ സ്വാതന്ത്ര്യം. ഏത് മതവും ആൻഡ് ദ റൈറ്റ് ടു പ്രൊഫസ്, പ്രാക്ടീസ് ആൻഡ് പ്രൊപ്പഗേറ്റ് ദ റിലീജിയൻ. ഏതൊരു മതവും വിശ്വസിക്കുന്നതിനും അനുഷ്ഠിക്കുന്നതിനും പ്രചരിപ്പിക്കുന്നതിനുമുള്ള അവകാശം. അത് നമ്മളെ ഇഷ്ടമാണ്. നമ്മൾ ഏത് മതം വിശ്വസിക്കണം, ഏത് മതം അനുഷ്ഠിക്കണം, ഏത് മതം സമൂഹത്തിൽ പ്രചരിപ്പിക്കണം, അതിനൊക്കെയുള്ള അവകാശത്തെയാണ് ഏതിലൂടെ നൽകുന്നത്? ആർട്ടിക്കിൾ 25 വിഭാവനം ചെയ്യുന്നത്.
അതേപോലെ തന്നെ സബ്ജക്ട് ടു പബ്ലിക് ഓർഡർ, മൊറാലിറ്റി ആൻഡ് ഹെൽത്ത്, പൊതുക്രമം, ധാർമ്മികത എന്നിവയ്ക്ക് വിധേയമാണ്. അപ്പൊ മതങ്ങൾ പ്രചരിപ്പിക്കാനുള്ള അവകാശം നമുക്കുണ്ടെങ്കിൽ പോലും എന്തിന്റെ അടിസ്ഥാനത്തിലേ പാടൂ? മൊറാലിറ്റി, ധാർമ്മികതയുടെ അടിസ്ഥാനത്തിൽ മാത്രമേ മതങ്ങൾ പ്രചരിപ്പിക്കാൻ പാടുള്ളൂ. മതത്തിന്റെ നല്ല വശങ്ങൾ മാത്രമേ പ്രചരിപ്പിക്കാൻ പാടുള്ളൂ. ദുരാചാരങ്ങൾ മതങ്ങളിലൂടെ പ്രചരിപ്പിക്കുന്നത് ശിക്ഷാർഹമാണ്. അതുകൊണ്ട് ഇന്ത്യ ഒരു സെക്യുലർ കൺട്രിയാണ് എങ്കിലും ഇഷ്ടപ്പെട്ട മതം ഫോളോ ചെയ്യുന്നതിനും അതേപോലെ തന്നെ അത് പ്രചരിപ്പിക്കുന്നതിനൊക്കെ ഉള്ള അവകാശമുണ്ട്. പക്ഷേ ആ മതം പ്രചരിപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് മൊറാലിറ്റിയെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കണം, ധാർമ്മികതയുടെ അടിസ്ഥാനത്തിലായിരിക്കണം. ഇതാണ് റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ എന്നുകൊണ്ട് അടിസ്ഥാനപ്പെടുത്തുന്നത്. കൂടാതെ റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഹാവ് ദ റൈറ്റ് ടു, അതേപോലെ തന്നെ മതസ്ഥാപനങ്ങൾ പാലിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? നമുക്കറിയാം ധാരാളം മതസ്ഥാപനങ്ങൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. ആ മതസ്ഥാപനങ്ങൾ എന്തൊക്കെയാണ്? ആ മതസ്ഥാപനങ്ങളുടെ അവകാശങ്ങൾ എന്നാണ് പറയണത്. മാനേജ് ദെയർ ഓവൺ റിലീജിയസ് അഫയേഴ്സ്, മതകാര്യങ്ങൾ സ്വയം നിയന്ത്രിക്കുക. അതിന് മറ്റുള്ളവരെ ഉൾപ്പെടുത്തേണ്ട ആവശ്യമില്ല. ആരാണോ മതസ്ഥാപനം കൊണ്ട് നടക്കുന്നത് അതിൻ്റെ ട്രസ്റ്റികൾ തന്നെ അത് നിയന്ത്രിക്കുക. ഓവൺ ആൻഡ് അക്വയർ മൂവബിൾ ആൻഡ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി, അതേപോലെ തന്നെ മൂവബിളും ആണ്, അതിനോടൊപ്പം തന്നെ എന്താണ് ചലനക്ഷമതമല്ലാത്ത അതുമാണ്. എന്ത് നമുക്കറിയാം മതപരമായിട്ടുള്ള മേഖലകളിലെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? അത് ചിലപ്പോൾ ചലനവും ചലനാത്മകമല്ലാത്തതായിരിക്കാം. ഓവൺ അക്വയർ മൂവബിൾ ആൻഡ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി. ആൻഡ് ദെൻ നെക്സ്റ്റ് പോയിന്റ്, അഡ്മിനിസ്ട്രേറ്റർ സച്ച് പ്രോപ്പർട്ടി അക്കോർഡിംഗ് ടു ലോ, നിയമാനുസൃതമായി നടപ്പാക്കണം. ഇനിയിപ്പോ ഓരോ മതസ്ഥാപനങ്ങളുടെയും പ്രോപ്പർട്ടി, സ്വത്ത് എങ്ങനെയായിരിക്കണം എന്നാ പറയണത്? നിയമാനുസൃതമായിരിക്കണം. നമുക്കറിയാം അല്ലെ, എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ നമുക്ക് ശബരിമലയെ എടുത്തു നോക്കുകയാണെങ്കിൽ ശബരിമല എന്നല്ല, ഏത് വലിയ വലിയ ക്ഷേത്രങ്ങളായാലും പള്ളികളായാലും അവിടുത്തേക്ക് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ആ മതസ്ഥാപനത്തിൻ്റെയാണ്. അത് അവിടെ തന്നെ കിട്ടണം. അത് ആ മതസ്ഥാപനത്തിന് കിട്ടിയ പ്രോപ്പർട്ടിയാണ്. അത് മറ്റുള്ളവർക്കും ചെലവഴിക്കാനും ആഡംബരം കാട്ടാനുള്ളതല്ല. അതുകൊണ്ട് തന്നെ ഏതൊരു മതസ്ഥാപനത്തിൻ്റെയും സ്വത്ത് എന്ന് പറയുന്നത് നിയമാനുസൃതമായിരിക്കും. അത് മറ്റുള്ളവർക്ക് എടുത്ത് ഉപയോഗിക്കാൻ അധികാരമില്ല. അങ്ങനെ എടുത്ത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇതാ നമ്മളിപ്പോൾ കാണുന്നില്ലേ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന ഇഷ്യൂസുകൾ പലതരം. ഇപ്പോൾ ശബരിമലയിൽ സ്വർണ്ണപ്പാളി വിവാദമൊക്കെ അതിനൊരു എക്സാമ്പിളായിട്ട് നമുക്ക് ചൂണ്ടിക്കാണിക്കാം. കാരണം അത് ഏത് മതപരമായ സ്ഥാപനമാണെങ്കിലും മതപരമായിട്ടുള്ള ആരാധനാ സ്ഥാപനങ്ങളായാലും അതിൻ്റെയൊക്കെ സ്വത്ത് എന്ന് പറയുന്നത് നിയമപരമായിട്ട് ആ ഒരു മതസ്ഥാപനത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. അത് മറ്റുള്ളവർക്ക് കൈകാര്യം ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് അതിനെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി അതുകൊണ്ട് തന്നെ മതപരമായ സ്ഥാപനങ്ങളുടെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് എങ്ങനെയാണ്? ലോ, നിയമാടിസ്ഥാനത്തിലാണ്. അഡ്മിനിസ്ട്രേറ്റർ സച്ച് പ്രോപ്പർട്ടി അക്കോർഡിംഗ് ടു ലോ, നിയമാനുസൃതമായി ഉള്ള രീതിയിലായിരിക്കും എന്തുണ്ടായിരിക്കുക? പ്രോപ്പർട്ടി ഉണ്ടായിരിക്കുക. ഇത്രയും കാര്യങ്ങളാണ് റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ എന്ന ഈ ഒരു ഭാഗത്ത് നമ്മൾ ഡിസ്കഷൻ ചെയ്തത്. അതേപോലെ തന്നെ ആർട്ടിക്കിൾ 27 എന്താ പറയുന്നത്? നോ പേഴ്സൺ ഷാൾ ബി കമ്പൽഡ് ടു പേ ടാക്സസ് ഫോർ പ്രൊമോഷൻ ഓർ മെയിൻ്റനൻസ് ഓഫ് എനി പാർട്ടിക്കുലർ റിലീജിയൻ. ഏതെങ്കിലും ആർട്ടിക്കിൾ 27 അനുശാസിക്കുന്നു, നോ പേഴ്സൺ ഷാൾ ബി കമ്പൽഡ് ടു പേ ടാക്സസ് ഫോർ പ്രൊമോഷൻ ഓർ മെയിൻ്റനൻസ് ഓഫ് എനി പാർട്ടിക്കുലർ റിലീജിയൻ. ഏതെങ്കിലും മതത്തിന്റെ പ്രചാരണത്തിനായി നികുതി അടയ്ക്കാൻ ആരെയും നിർബന്ധിക്കരുത്. മതസ്ഥാപനങ്ങൾക്ക് വേണ്ടിയിട്ട് നികുതി അടയ്ക്കാൻ ആരെയും എന്ത് ചെയ്യരുത്? നിർബന്ധിക്കരുത്. സാധാരണ നമ്മളെ വീടിന് നികുതി അടയ്ക്കും അല്ലേ? കെട്ടിട നികുതി എന്ന് പറഞ്ഞിട്ട് നമ്മളുടെ ഭൂമിക്ക് നമ്മൾ നികുതി അടയ്ക്കും. പക്ഷെ നമ്മൾ പോകുന്ന ആരാധനാലയത്തിൽ നമ്മൾ നികുതി അടയ്ക്കുമോ? ഇല്ല. നമ്മളെ കയ്യിലുള്ളത് നമ്മൾ ദാനമായിട്ട് കൊടുക്കും. അത് ദാനാണ്, അതല്ലാതെ അത് നികുതിയല്ല. അതുകൊണ്ട് മതസ്ഥാപനങ്ങളുടെ മേല് എന്ത് ചെയ്യരുത്? ഏതെങ്കിലും മതത്തിന്റെ പ്രചാരണത്തിനായി നികുതി അടയ്ക്കാൻ ആരെയും എന്ത് ചെയ്യരുത്? നിർബന്ധിക്കരുത് എന്നാണ് ആർട്ടിക്കിൾ 27 വിഭാവനം ചെയ്യുന്നത്.
റിലീജിയസ് ഇൻസ്ട്രക്ഷൻ ഈസ് പ്രോഹിബിറ്റഡ് ഇൻ സ്റ്റേറ്റ് എയ്ഡഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ. എല്ലാ സംസ്ഥാനത്തെ സർക്കാർ സ്കൂളുകളിൽ നിന്നും മതപാഠം നിരോധിച്ചിരിക്കുന്നു. നമുക്കറിയാം, നമ്മൾ മതപരമായ പഠനം ഒരിക്കലും ഒരു ഗവൺമെൻറ് സ്കൂളുകളിൽ പാടില്ല. അല്ലാത്ത സ്കൂളുകളിലൊക്കെ ഇപ്പോൾ നമുക്കറിയാം, പ്രൈവറ്റ് സ്കൂളുകളിലൊക്കെ മതപഠനങ്ങളൊക്കെ കാണാം. ഇപ്പോൾ മുസ്ലിം ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലും അതേപോലെ തന്നെ വിശ്വഭാരതി, അതേപോലെ തന്നെ ഗുരുകുലം സ്കൂളുകൾ, ഹിന്ദുസിൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലൊക്കെ മതപഠനം ചെറിയ രീതിയിലുണ്ട്. പക്ഷെ ഒരിക്കലും ഒരു ഗവൺമെൻറ് സ്കൂളുകളിൽ എന്ത് പാടില്ല എന്നാണ് ദൈവവിചാരം. അത് നമുക്ക് ഇഷ്ടമുള്ളത് സ്വീകരിക്കാം. ദേശഭക്തി, അവിടെ ദേശഭക്തിയാണ് നൽകുന്നത്. ദേശഭക്തി ഗാനം ആലപിച്ചുകൊണ്ടും ദൈവിക പ്രാർത്ഥനകൾ ചെല്ലാന്നേ ഉള്ളൂ. പക്ഷേ ഒരിക്കലും മതപഠനം എവിടെ പാടില്ല. അതായത് ഗവൺമെൻറ് തലത്തിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഒരിക്കലും മതപഠനം പാടില്ല എന്ന് അനുശാസിക്കുന്നുണ്ട് ആർട്ടിക്കിൾ 27. ഇത്രയും കാര്യങ്ങളാണ് റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ എന്ന ആ ഒരു അവകാശത്തിൽ, മതപരമായിട്ടുള്ള അവകാശം എന്ന ആ ഭാഗത്ത് ഉൾക്കൊള്ളുന്നത് കേട്ടോ. അപ്പോൾ കുട്ടികളെ എഴുതിയിട്ട കാര്യങ്ങളൊക്കെ നന്നായിട്ട് നോട്ട് ചെയ്യുക, എഴുതിയെടുക്കണം കേട്ടോ നിങ്ങൾ. അടുത്തത് 5ാമത്തെ റൈറ്റാണ് ടീച്ചർ പറയും. 5th റൈറ്റാണ് ഫണ്ടമെൻ്റൽ റൈറ്റിലെ 5th 5ാമത്തെ റൈറ്റാണ് പറയുന്നത് കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ്, സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം. എന്താണ് സാംസ്കാരികവും വിദ്യാഭ്യാസപരമായ അവകാശം എന്ന് നമുക്ക് നോക്കാം. അതിൽ ആർട്ടിക്കിൾ എത്ര തൊട്ട് എത്ര വരെ? 29, 30, 29 1 ഉണ്ട്, 30 1 ഉണ്ട്, പിന്നെ 30 2 ഉണ്ട്, 29 2 ഉണ്ട്. അങ്ങനെ 29 to 30 വരെയുള്ള ആർട്ടിക്കിളാണ് സാംസ്കാരികവും വിദ്യാഭ്യാസപരമായിട്ടുള്ള അവകാശത്തിന് നേതൃത്വം കൊടുക്കുന്നത്. നോക്കൂ, ആർട്ടിക്കിൾ 29 1 സെക്ഷൻ 1. Any section of citizen has the right to conserve its language, script or culture. ഇന്ത്യൻ പൗരന്മാർക്ക് അവർക്ക് ഇഷ്ടപ്പെട്ട ഭാഷ, ലിപി, സംസ്കാരം തുടങ്ങിയ സംരക്ഷിക്കാനുള്ള അവകാശം. ഇഷ്ടപ്പെട്ട ഭാഷ സംസാരിക്കുന്നതിനും അവർക്ക് ഇഷ്ടപ്പെട്ട ലിപി യൂസ് ചെയ്യുന്നതിനും ഇഷ്ടപ്പെട്ട സംസ്കാരം കൾച്ചർ ഫോളോ ചെയ്യുന്നതിനുമുള്ള അവകാശത്തെയാണ് ഏത് ഉറപ്പ് നൽകുന്നത്? ആർട്ടിക്കിൾ 29 1. ആർട്ടിക്കിൾ 29 1 എന്ന് പറയണം കേട്ടോ. ആർട്ടിക്കിൾ 29 1. അപ്പോൾ ഇന്ത്യയിലെ ഏതൊരു പൗരനും എന്ത് കൺസേർവ് ചെയ്യാം? ലാംഗ്വേജും സ്ക്രിപ്റ്റും കൾച്ചറും, ഇഷ്ടപ്പെട്ട ഭാഷയും ഇഷ്ടപ്പെട്ട സ്ക്രിപ്റ്റും ലിപിയും അതേപോലെ തന്നെ കൾച്ചറും ഒക്കെ ഫോളോ ചെയ്യാനുള്ള അവകാശമാണ് ആർട്ടിക്കിൾ 29 1. ഇനി ആർട്ടിക്കിൾ 31 എന്താ നോക്കാം. ആർട്ടിക്കിൾ 31 റിലീജിയസ് ആൻഡ് ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റി ഹാവ് ദ റൈറ്റ് ടു എസ്റ്റാബ്ലിഷ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റർ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ദയർ ചോയ്സ്. അതായത് ആർട്ടിക്കിൾ 30 പ്രകാരം റിലീജിയസ് ആൻഡ് ലിംഗ്വിസ്റ്റിക്, മതം, ഭാഷ, ന്യൂനപക്ഷങ്ങൾക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കാനും നടത്തിപ്പിക്കാനും അവകാശം. മതത്തിൻ്റെ അടിസ്ഥാനത്തിലും ന്യൂനപക്ഷങ്ങൾ, ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റി പറഞ്ഞ ഭാഷാ ന്യൂനപക്ഷങ്ങൾ, അവർക്കൊക്കെ അവർക്ക് ഇപ്പം നമുക്കറിയാം റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഒരുപാടുണ്ട് അല്ലേ. ക്രിസ്ത്യൻസിൻ്റെ ആയാലും മുസ്ലിംസിൻ്റെ ആയാലും ഹിന്ദുസിൻ്റെ ആയാലും അവരുടെയൊക്കെ കാറ്റഗറി അനുസരിച്ചുള്ള ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. ഗവൺമെൻറ്റിൻ്റെ മാത്രമല്ല ഉള്ളത്, ഗവൺമെൻറ് സ്കൂളുകളുണ്ട്, പക്ഷെ അവിടെ ഒരിക്കലും മതപഠനം നടക്കില്ല. പക്ഷേ റിലീജിയസ് ആയിട്ടുള്ള മതപരമായിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ സ്ഥാപിക്കാനും അതേപോലെ തന്നെ അതിനെ നടത്തിക്കാനുള്ള അവകാശമാണ് ആർട്ടിക്കിൾ 31 വിഭാവനം ചെയ്യുന്നത്. അടുത്തതാണ് ആർട്ടിക്കിൾ 32. ആർട്ടിക്കിൾ 32 എന്താണ് ആർട്ടിക്കിൾ 32 വ്യക്തമാക്കുന്നത് നോക്കൂ. നോ ഡിസ്ക്രിമിനേഷൻ ഇൻ സ്റ്റേറ്റ് എയ്ഡ് ടു എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ മാനേജ്ഡ് ബൈ മൈനോറിറ്റി. മൈനോറിറ്റി പറഞ്ഞാൽ എന്താ? ന്യൂനപക്ഷങ്ങൾ. ഭൂരിപക്ഷങ്ങളും ഉണ്ട്, മജോറിറ്റി ഉണ്ട്, മൈനോറിറ്റി ഉണ്ട്. മൈനോറിറ്റി പറഞ്ഞാൽ ന്യൂനപക്ഷങ്ങൾ. ഒരിക്കലും ന്യൂനപക്ഷങ്ങളെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ വിവേചനം ചെയ്യാൻ പാടില്ല.
നമ്മുടെ രാജ്യത്തിലെ ന്യൂനപക്ഷം എന്ന് പറയുന്നത് മതത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ന്യൂനപക്ഷവും ഭൂരിപക്ഷവും തരംതിരിക്കുക. അപ്പം ന്യൂനപക്ഷങ്ങളെ ഒരിക്കലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ എന്ത് ചെയ്യാൻ പാടില്ല, അവരുടെ ആനുകൂല്യങ്ങൾ ചൂഷണം ചെയ്യാൻ പാടില്ല. അതാണ് ആർട്ടിക്കിൾ 32 വിഭാവനം ചെയ്യുന്നത്. നോ ഡിസ്ക്രിമിനേഷൻ ഇൻ സ്റ്റേറ്റ് എയ്ഡ് ടു എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ മാനേജ്ഡ് ബൈ മൈനോറിറ്റി. ന്യൂനപക്ഷങ്ങളെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, ചൂഷണം ചെയ്യാൻ പാടില്ല. ആൻഡ് ദെൻ ആർട്ടിക്കിൾ 29(2). ആർട്ടിക്കിൾ 29(2) പ്രകാരം എന്താണ് പ്രൊവൈഡ് ചെയ്യുന്നത്? നോ സിറ്റിസൺ ഷാൾ ബി ഡിനൈഡ് admission to state maintained or aided institution on grounds of religion, caste, race or language. മതം, ജാതി, വർണ്ണം, ഭാഷ എന്നിവയുടെ അടിസ്ഥാനത്തിൽ സർക്കാർ സ്ഥാപനങ്ങളിൽ ഒരിക്കലും അതിൻ്റെ അടിസ്ഥാനത്തിലെ പ്രവേശനം നിഷേധിക്കരുത്. ഒരിക്കലും മതത്തിൻ്റെ പേരിലോ ജാതിയുടെ പേരിലോ വംശത്തിൻ്റെ പേരിലോ ഭാഷയുടെ പേരിലോ ഒരു കുട്ടിയുടെയും പ്രവേശനം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിഷേധിക്കാൻ പാടില്ല. ഇപ്പോൾ ബീഹാറിൽ നിന്നുള്ള കുറച്ച് കുട്ടികൾ കേരളത്തിൽ വന്ന് സ്കൂളിൽ ചേരുകയെന്ന് കരുതുക. അപ്പോൾ നമ്മൾ പറയുകയാണ് ബീഹാറിലുള്ളവരാണ്, അവർ ഹിന്ദിയാണ് സംസാരിക്കുന്നത്, ഇവിടെ ചേർത്താൻ പാടില്ല എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. ഇന്ത്യയിൽ എവിടെയും എല്ലാ വിദ്യാഭ്യാസങ്ങളിലും കുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുക്കാനും അവരെ ചേർത്താനുമുള്ള അവകാശമുണ്ട്. അതാണ് അത് നിഷേധിക്കുമ്പോൾ ഏത് ആർട്ടിക്കിളാണ് അവിടെ പറയുന്ന, ഏത് ആർട്ടിക്കിൾ പ്രകാരം കേസ് ചാർജ് ചെയ്യുക? ആർട്ടിക്കിൾ 29(2). അപ്പോൾ ഇന്ത്യയിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ഒരിക്കലും എന്ത് പാടില്ല എന്നാ പറയുന്നത്? മതത്തിൻ്റെ പേരിലോ ജാതിയുടെ പേരിലോ വംശത്തിൻ്റെ പേരിലോ ഭാഷയുടെ പേരിലോ വേർതിരിവ് പാടില്ല എന്ന് വിഭാവനം ചെയ്യുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 29(2). ആൻഡ് ദെൻ ദ ലാസ്റ്റ് കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റിൽ പറയുകയാണ്, the term minority is not defined, but minority are protected in respect of language, script and culture. ന്യൂനപക്ഷം എന്ന പദം തന്നെ ഇവിടെ നിർവചിക്കാൻ പാടില്ല എന്നാ പറയണത് ഭരണഘടന. അങ്ങനെ ന്യൂനപക്ഷം ഭൂരിപക്ഷം എന്നൊന്നും ഉള്ള ആ ഒരു വേർഡന്നെ എന്ത് ചെയ്യാൻ പാടില്ല, ഡിഫൈൻ ചെയ്യാൻ പാടില്ല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ. ദ ടേം മൈനോറിറ്റി ഈസ് നോട്ട് ഡിഫൈൻഡ്, ഒരിക്കലും ഒരു ന്യൂനപക്ഷം എന്ന് ഡിഫൈൻ ചെയ്യാൻ പാടില്ല. മാത്രമല്ല ബട്ട് മൈനോറിറ്റി ആർ പ്രൊട്ടക്റ്റഡ്, ആ ന്യൂനപക്ഷങ്ങളെ എന്ത് ചെയ്യണം, ഭാഷയുടെ അടിസ്ഥാനത്തിലും ലിപികളുടെ സംസ്കാരത്തിൻ്റെ അടിസ്ഥാനത്തിലും സ്ക്രിപ്റ്റിൻ്റെ അടിസ്ഥാനത്തിലൊക്കെ അവരെ സംരക്ഷിക്കണം. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മളുടെ ഫണ്ടമെൻ്റൽ റൈറ്റിലെ 5 അവകാശങ്ങളാണ് നമ്മൾ ഡിസ്കഷൻ നടത്തിയത്. റൈറ്റ് ടു ഈക്വാലിറ്റി, റൈറ്റ് ടു ഫ്രീഡം, റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ, റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ, കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ്. അങ്ങനെ 5 പോയിന്റുകൾ നമ്മൾ ഈ ഒരു ഫണ്ടമെൻ്റൽ റൈറ്റിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 5 പോയിന്റുകൾ നമ്മൾ ഡിസ്കഷൻ നടത്തി. ഇനി നമുക്ക് ഫണ്ടമെൻ്റൽ റൈറ്റിൽ ഡിസ്കഷൻ നടത്താനുള്ള പോയിന്റ് റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് ആണ് കേട്ടോ. ഭരണഘടനാപരമായിട്ടുള്ള റെമഡീസിനെ കുറിച്ചാണ് നമുക്ക് ഇനി ഡിസ്കഷൻ നടത്തേണ്ടത്. മാത്രമല്ല ഭരണഘടനാപരമായുള്ള നമ്മളുടെ അവകാശങ്ങൾ ലംഘിക്കപ്പെടുമ്പോൾ സംരക്ഷിക്കാൻ വേണ്ടി ഭരണഘടന കുറച്ച് റിട്ടുകൾ പുറപ്പെടുവിച്ചിട്ടുണ്ട്. ആ റിട്ടുകളെ കുറിച്ചൊക്കെയാണ് നമുക്ക് ഈ ഒരു റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡി ആർട്ടിക്കിൾ 32, 35 എന്നുള്ള ഭാഗത്ത് നമുക്ക് അനലൈസ് ചെയ്യാനുള്ളത് കേട്ടോ. റിട്ടുകൾ ഞാൻ പറഞ്ഞുതരാം. ഹേബിയസ് കോർപ്പസ്, മണ്ടാമസ്, റൈറ്റ് പ്രോഹിബിഷൻ, അതേപോലെ തന്നെ ബ്രിട്ട് ഓഫ് പ്രോഹിബിഷൻ, ബ്രിട്ട് ഓഫ് സെർട്ടിയോരാരി ആൻഡ് ബ്രിട്ട് ഓഫ് കോവാറൻറ്റോ. ഇത്രയും പോയിന്റുകളാണ് നമുക്കിനി 6ാമത്തെ ഫണ്ടമെൻ്റൽ റൈറ്റ് ആയിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസിൽ ഡിസ്കഷൻ നടത്തേണ്ടത് കേട്ടോ. അപ്പോൾ നമുക്ക് എന്താണ് റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡി എന്ന് നോക്കാം. ഓക്കെ.